കർത്താവിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനിടയായതിൽ ഞാൻ ദൈവത്തിക്കുന്നു. ತಿರುವಂದಾವರ್ತಿನಿ ಮುಂದಿಗೆ ಸಮಯ ಕಳೆಯುವ ಹಾಗೆ ದೇವರು ಕೊಟ್ಟಂತಹ കൃപയ്ക്കായി ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. ഇപ്പോൾ തന്നെ സമയം വളരെ വേഗത്തിൽ പോയതുകൊണ്ട് കൂടുതൽ മുഖവരയിലേക്ക് ഞാൻ പോകാതെ വിഷയത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ಸಮಯ ಸಾಕಷ್ಟು ಮುಂದೋಗಿರುವುದರಿಂದ ಹೆಚ್ಚಿನದಾಗಿ ಹಳೆಯ ವಿಷಯಗಳನ್ನು ಹೇಳಿಕೊಳ್ಳದೆ ನಾನು ನೇರವಾಗಿ ವಾಕ್ಯಕ್ಕೆ ಬರುವನಾಗಿದ್ದೇನೆ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ തലമുറ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ്. ನಾವು ಕಳೆದ ದಿವಸಗಳಲ್ಲಿ ಧ್ಯಾನ ಮಾಡಿದ್ದು ಈ ತಲೆಮಾರಿನಲ್ಲಿ ಈ ತಲೆಮಾರಿನ ಜನರು ಎದುರಿಸಿರುವಂತಹ ಸಮಸ್ಯೆಗಳ ಕುರಿತಾಗಿ ನಾವು ಧ್ಯಾನ ಮಾಡಿದ್ದೆವು. നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണുകളെ ഒന്ന് തുറക്കാറില്ല. ನಾವು ಕೆಲವೊಮ್ಮೆ ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ನಾವು ತೆರೆಯಲಿಕ್ಕೆ ಇಷ್ಟಪಡುವುದಿಲ್ಲ. അതുകൊണ്ട് പല കാര്യങ്ങൾക്കും നമുക്ക് വേണ്ടത്ര ജ്ഞാനമില്ല. ಆದುದರಿಂದ ಕೆಲವೊಂದು ವಿಷಯಗಳಿಗೋಸ್ಕರವಾಗಿರುವಂತಹ ಬೇಕಾಗಿರುವಷ್ಟು ಜ್ಞಾನ ನಮ್ಮಲ್ಲಿ ಇಲ್ಲ. കുറെ നാൾ മുമ്പ് ഒരാൾ എഴുതിയ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാനിടയായി. ಸ್ವಲ್ಪ ದಿವಸಗಳ ಮೊದಲು ಒಬ್ರು ಬರೆದಿರುವಂತಹ ಒಂದು പത്രികಯಲ್ಲಿ ಬರೆದಂತ ಒಂದು ಆರ್ಟಿಕಲ್ ನಾನು ಓದಿದೆ. ആ ആർട്ടിക്കിളിന്റെ ഹെഡിങ് ആണ് അത് വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ಆ ಬರೆದಿರುವಂತಹ ಆರ್ಟಿಕಲ್ನ ಪೀಠಿಗೆ ನನಗೆ ಓದಲು ಪ್ರೇರೇಪಿಸಿತು. അതിൽ ഹെഡിങ് ഇങ്ങനെയായിരുന്നു. ಅದರ ಆ ಪೀಠಿಗೆಯಲ್ಲಿ ಹೀಗಿತ್ತು, കുറ്റിയും കയറും തമ്പാക്കും. ಅಲ್ಲಿ ಬರೆದದ್ದು ಕುಚ್ಚಿ ಅಲ್ಲೇ കുറ്റി കുറ്റി ഈ ബീഡിയുടെ ആണോ? ബീഡിയുടെ കുറ്റിയാണോ? അല്ലല്ല, കുറ്റി. സാധാരണ കുറ്റി ഇല്ലേ, നമ്മൾ ആടിനൊക്കെ അടിക്കാൻ പോകുന്ന കുറ്റി. കുറ്റി ತಂಬಾಕು. ಅಲ್ಲಿ ಆ ಪೀಠಿಗೆಯಲ್ಲಿ ಈ ರೀತಿ ಬರೆದಿದೆ, ನಾವು ಈ ಮರವನ್ನ ಪೀಸ್ ಮಾಡಿದ ನಂತರ ಬ್ಯಾಲೆನ್ಸ್ ಇರುವಂತಹ ಆ ಒಂದು ಭಾಗ ಅದು ಮತ್ತು ಹಗ್ಗ ಮತ್ತು ತಂಬಾಕು. അപ്പൊ ഇത് എനിക്ക് രസമായിട്ട് തോന്നിയത് ഈ കുറ്റിയും കയറും തമ്പാക്കും തമ്മിലുള്ള ബന്ധം. ಯಾಕೆ ಈ ಮೂರು ವಿಷಯಗಳನ್ನ ನಾನು ನೋಡಿದಾಗ ನನಗೆ ಬಹಳ ಆಸಕ್ತಿ ಉಂಟಾಯ್ತು, ಇದರ ನಡುವೆ ಏನು ಸಂಬಂಧ ಇದೆ ಎಂಬುದಾಗಿ. അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ಆತ ಈ ರೀತಿ ಬರೆದಿದ್ದಾರೆ, സമാഗമന കൂടാരത്തിന്റെ കുറ്റിയും കയറുമാണ് ഇന്നത്തെ പ്രസംഗ വിഷയം. ಇವತ್ತಿನ ಸಂದೇಶದ ವಿಷಯ ದೇವರ ಮಂಜೂಷದ ಹಗ್ಗ ಮತ್ತು ಅದನ್ನ ಸ್ಥಾಪಿಸಲಿಕ್ಕಿರುವಂತಹ ಮರದ ಸಾಮಗ್ರಿ. അതിനെക്കുറിച്ച് പ്രസംഗങ്ങൾ ഇങ്ങനെ ധാരാളമായി ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ಇದರ ಕುರಿತಾಗಿ ಸಂದೇಶವು ಬಹಳಷ್ಟು ನಮ್ಮ ಸಭೆಗಳಲ್ಲಿ ನಡೀತಾ ಇದೆ. പക്ഷെ നമ്മുടെ പിള്ളേര് തമ്പാക്കും ഒക്കെ അടിച്ച് MDMA ഒക്കെ അടിച്ച് ഇങ്ങനെ തകരം തരിപ്പണം ആയിക്കൊണ്ടിരിക്കുകയാണ്. ಆದ್ರೆ ನಮ್ಮ ಈ ತಲೆಮಾರಿನ ಯೌವನಸ್ಥರು ತಂಬಾಕು ಮತ್ತು ಡ್ರಗ್ಸ್ ಗಳನ್ನ ತೆಗೆದುಕೊಂಡು ಅವರು ಜೀವನ ಮಾಡ್ತಾ ಇದ್ದಾರೆ. അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ പാസ്റ്റർമാർക്കില്ല, ദൈവദാസന്മാർക്കില്ല. ಆದರೆ ಅವರ ಜೀವನಕ್ಕೆ ಒಳಹೊಕ್ಕು ಮಾತನಾಡಲಿಕ್ಕಿರುವಂತಹ ಆಸಕ್ತಿಯಾಗಲಿ ಅವರ ಕುರಿತಾಗಿರುವಂತಹ ಜವಾಬ್ದಾರಿಯಾಗಲಿ ನಮ್ಮ ಸಭಾ ಸೇವಕರಿಗೆ ಇಲ್ಲ. നമ്മുടെ ചർച്ചിലെ എല്ലാ മെസ്സേജസുകളെല്ലാം പ്രധാനമായി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആരെയാണ്? ನಮ್ಮ ಸಭೆಯಲ್ಲಿ ನಡೆಯುವಂತಹ ಸಂದೇಶದಲ್ಲಿ ನಾವು ಆ ಸಂದೇಶಕ್ಕೆ ನಾವು ಏನನ್ನ ನಾವು ಹೆಚ್ಚಿನ ಜವಾಬ್ದಾರಿಯನ್ನು ಕೊಡ್ತೇವೆ. നമ്മുടെ പ്രായമുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന സന്ദേശമല്ലാതെ അവിടുത്തെ യുവാക്കന്മാർക്കോ യുവതികൾക്കോ കുഞ്ഞുങ്ങൾക്കോ ഉള്ള സന്ദേശം ഞായറാഴ്ചത്തെ സന്ദേശത്തിൽ നമ്മൾ കൊടുക്കുന്നേ ഇല്ല. ನಾವು ಭಾನುವಾರದ ಸಂದೇಶದಲ್ಲಿ ಪ್ರಾಯಸ್ಥರಿಗೆ ಮಾತ್ರ ನಾವು ಸಂದೇಶವನ್ನ ಕೇಂದ್ರೀಕರಿಸ್ತೇವೆ, ಬದಲಾಗಿ ಅಲ್ಲಿರುವಂತ ಯೌವನಸ್ಥರು ಮಕ್ಕಳನ್ನು ನಾವು ನೋಡುವುದಿಲ್ಲ, ಅವರಿಗೋಸ್ಕರವಾಗಿ ಸಂದೇಶವನ್ನ ಸಿದ್ಧ ಮಾಡುವುದಿಲ್ಲ. ഇപ്പൊ നമ്മുടെ ചർച്ചിലുള്ള എത്ര യൂത്ത് ഈ ക്ലാസ്സിന് കയറുന്നു? ನಮ್ಮ ಸಭೆಗಳಲ್ಲಿ ಇರುವಂತ ಎಷ್ಟು ಯೌವನಸ್ಥರು ಈ ಒಂದು ಕ್ಲಾಸ್ ನಲ್ಲಿ ಅಟೆಂಡ್ ಆಗಿದ್ದಾರೆ? അതിന്റെ അർത്ഥം നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. ಅದರರ್ಥ ನಮ್ಮ ಕಣ್ಣುಗಳು ತೆರೆಯಲ್ಪಡಬೇಕಾಗಿರುವಂತಹ ದಿವಸಗಳು ಮುಗಿದೋಗಿದೆ. അപ്പൊ ഇന്നത്തെ യുവതലമുറ നേരിടുന്ന മൂന്നാമത്തെ പ്രശ്നത്തിലേക്കാണ് ഞാൻ ഇന്ന് വിരൽ ചൂണ്ടുന്നത്. ಇವತ್ತು ನಮ್ಮ ಯವನ ಈ ತಲೆಮಾರು ಎದುರಿಸುವಂತ ಮೂರನೆಯ ಸಮಸ್ಯೆಗಳನ್ನು ನಾನು ಮುಂದೆ ಒಟ್ಟು ಮಾಡುತ್ತೇನೆ. ഒന്നാമത്തെ സൗഹൃദങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ಮೊದಲನೇದಾಗಿ ಸ್ನೇಹಗಳ ಕುರಿತಾಗಿ
ಅವರ ಫ್ರೆಂಡ್ಶಿಪ್ನ ಕುರಿತಾಗಿ ಮಾತನಾಡಿದೆ. രണ്ടാമത്, ഇന്നത്തെ യുവതലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പിയർ പ്രഷർ. അതായത് സെയിം കുട്ടികളോട് തമ്മിൽ നേരിടുന്നതായ ആ പ്രഷർ. ಎರಡನೆಯ ಸಮಸ್ಯೆ ಸಮ ಪ್ರಾಯಸ್ಥರ ಮಧ್ಯದಲ್ಲಿರುವಂತಹ ಮಕ್ಕಳ ನಡುವೆ ಇರುವಂತಹ ಒತ್ತಡ ಈಗಿನ ತಲೆಮಾರು ಅಭಿಮುಖೀಕರಿಸ್ತಾ ಇದೆ. അത് രണ്ടും ഞാൻ പറഞ്ഞതുകൊണ്ട് മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരികയാണ്. ಇದೆರಡನ್ನ ನಾನು ಕಳೆದ ದಿವಸ ಮಾತನಾಡಿದ್ರಿಂದ ಮೂರನೆಯ ವಿಷಯಕ್ಕೆ ನಾನು ಬರ್ತೇನೆ. മൂന്നാമത്തെ കാര്യം ചലഞ്ചസ് ഓഫ് ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തെ കുറിച്ചുള്ള വെല്ലുവിളി. ನಮ್ಮ ನಂಬಿಕೆ ಕುರಿತಾಗಿರುವಂತಹ ಸವಾಲು. ചില ആളുകൾ നമ്മളോട് ചോദിക്കും, ഈ ബൈബിൾ സത്യമാണോ? ಕೆಲವೊಮ್ಮೆ ಕೆಲವರು ನಮ್ಮ ಹತ್ರ ಕೇಳ್ತಾರೆ, ಈ ಬೈಬಲ್ ನಿಜವಾಗಿದೆಯೋ ಎಂಬುದಾಗಿ. അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ചർച്ചിലുള്ള ഒരു യുവാവോ യുവതിയോ നിങ്ങളോട് വന്ന് ചോദിച്ചാൽ നിങ്ങൾ അവരോട് എന്ത് ഉത്തരം പറയും? ಆ ರೀತಿ ಒಂದು ಪ್ರಶ್ನೆ ನಮ್ಮ ಸಭೆಗಳಲ್ಲಿರುವಂತ ಯವನಸ್ಥರು ಅಥವಾ ಯವನಸ್ಥರಾದರೂ ಕೇಳಿದರೆ ನಾವು ಏನು ಉತ್ತರ ಕೊಡ್ತೇವೆ? പെട്ടകത്തിന് ഒരേ ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഭൂമിയിലുള്ള മുഴുവൻ മൃഗങ്ങളും ആ പെട്ടകത്തിനകത്ത് കടന്നു എന്ന് എങ്ങനെ വിശ്വസിക്കാം അങ്കളെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? ನೋಡಿ, ನಾವೆಗೆ ಒಂದೇ ಒಂದು ಬಾಗಿಲಿದ್ದು ಭೂಮಿಯಲ್ಲಿರುವಂತ ಎಲ್ಲಾ ಜೀವಿಗಳು ಅದರಲ್ಲಿ ಒಳ ಹೋಗ್ಬೇಕು ಎಂಬುದಾಗಿ ದೇವರ ಆಜ್ಞೆ ಕೊಟ್ಟಿದ್ರೆ ಅದನ್ನ ನಾವು ಹೇಗೆ ನಂಬುವುದು ಎಂಬುದಾಗಿ ಕೇಳ್ತಾರೆ. അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയുക, മോനെ എനിക്കും അത് ഡൗട്ട് ഉണ്ടാവും, ഞാനും അങ്ങ് ബൈബിള് വിശ്വസിക്കുന്നുള്ളേ ഉള്ളൂ. ಹಾಗೂ ನಾವೀಗ ಹೇಳ್ತೇವೆ, ನೋಡು ಮಗನೇ, ನನಗೂ ಕೂಡ ವಿಷಯದಲ್ಲಿ ಸ್ವಲ್ಪ ನನಗೂ ಡೌಟ್ ಇದೆ, ಬೈಬಲ್ ನಲ್ಲಿ ಬರೆದಿರುವುದರಿಂದ ನಾನು ನಂಬ್ತೇನೆ ಅಷ್ಟೇ ಎಂಬುದಾಗಿ ನಾವು ಹೇಳಿಕೊಳ್ತೇವೆ. ഒരു സൺഡേ സ്കൂളിൽ പോയിട്ട് വന്ന കൊച്ച് അമ്മയോട് കഥ പറയായിരുന്നു. ಒಮ್ಮೆ ಸಂಡೇ ಸ್ಕೂಲ್ ನಲ್ಲಿ ಹೋಗಿದಂತ ಮಗು ತಾಯಿಯೊಂದಿಗೆ ಅಲ್ಲಿ ಸಂಡೇ ಸ್ಕೂಲ್ ಹೇಳಿದ ಕಥೆಯನ್ನ ವಿವರಿಸ್ತಾ ಇದ್ದಾರೆ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കഥ. ಈ ಸಂಭವವು ವಿಮೋಚನ ಕಾಂಡ 14ನೇ ಅಧ್ಯಾಯದಿಂದ ಮಾತನಾಡ್ತಾ ಇದ್ದಾನೆ. അപ്പൊ ചോദിച്ചു, മോശ എങ്ങനെയാടാ ഇസ്രായേൽ മക്കളെ അക്കരെ കടത്തിയത്? ಪ್ರಶ್ನೆ, ಮೋಶೆಯು ಹೇಗೆ ಇಸ್ರಾಯೇಲ್ ಜನರನ್ನ ಆಚೆ ದಡಕ್ಕೆ ಸೇರಿಸಿದ್ದು? അപ്പൊ അമ്മ ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹത്തിൽ ചോദിക്കുകയാണ്. ತಾಯಿ ಮಗನಲ್ಲಿ ಶಾಲೆಯಲ್ಲಿ ಯಾವ ರೀತಿ ಕಲಿಸಿದ್ದಾರೆ ಎಂಬ ಆಸಕ್ತಿಯಿಂದ ಪ್ರಶ್ನೆ ಕೇಳ್ತಾ ಇದ್ದಾರೆ. അപ്പൊ അവൻ പറഞ്ഞു, മോശ ആ ചെങ്കടലിന്റെ തീരത്തോട്ട് ചെന്നു. ಆತ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಮೋಶೆಯು ಕೆಂಪು ಸಮುದ್ರದ ಆ ಬದಿಯಲ್ಲಿ ಹೋದ್ರು. അദ്ദേഹം AK-47 എടുത്തു. അവിടെ ഉണ്ടായിരുന്ന ഫറവോനെ സൈന്യത്തെ എല്ലാം ടിഷ്യൂ വെടിവെച്ചു. അവരെല്ലാം ചത്തു വീണു. ಈ ಮೋಶೆಯು AK-47 ಆ ಬಂದೂಕನ್ನು ತೆಗೆದುಕೊಂಡು ಫರೋವನು ಮತ್ತು ಸೈನ್ಯಗಳನ್ನ ಶೂಟ್ ಮಾಡಿದ್ರು. ಆಗ ಎಲ್ಲರೂ ಸತ್ತು ಬಿದ್ರು. അതുകൊണ്ട് അമ്മയ്ക്ക് സംശയം, ഇങ്ങനെ തന്നെയാണോ ടീച്ചർ നിന്നെ പഠിപ്പിച്ചേ? ಈ ರೀತಿಯನ್ನ ನಿನಗೆ ತರಗತಿಯಲ್ಲಿ ಕಲಿಸಿದ್ದು ಎಂಬುದಾಗಿ ಸಂಶಯವಾಗಿ ಕೇಳಿದ್ರು ಮಗನ ಹತ್ರ. സൺഡേ സ്കൂൾ ടീച്ചർ ഇങ്ങനെയാണോ നിന്നെ പഠിപ്പിച്ചേ? ಸಂಡೇ ಸ್ಕೂಲ್ ಅಲ್ಲಿ ಶಿಕ್ಷಕರು ಈ ರೀತಿಯನ್ನು ಕಲಿಸಿದ್ದು? ഈ രീതിയൊന്നും അല്ല പഠിപ്പിച്ചേ. ಆದ್ರೆ ಈ ರೀತಿ ಎಲ್ಲ ನಾನು ಕಲಿಸಿದ್ದು. പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ಆದ್ರೆ ಅವರು ಕಲಿಸಿದ್ದು ನನಗೆ ನಂಬಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ജസ്റ്റ് മോശ ഒരു വടി അങ്ങോട്ട് നീട്ടി ചെങ്കടൽ രണ്ടായി വിഭജിച്ചു, അവരെല്ലാം അക്കരെ കടന്നു എന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ ഐ ബിലീവ്? എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റും? ಮೋಶೆಯು ಒಂದು ಒಣಗಿದ ಆ ಕೋಲಿನಿಂದ ಮೇಲಕ್ಕೆ ಎತ್ತಿದಾಗ ಕೆಂಪು ಸಮುದ್ರವು ಭಾಗವಾಯಿತು, ಜನರು ಆಚೆದವರೆಗೆ ಸೇರಿದ್ರು ಎಂದು ಹೇಳುವುದು ನಾವು ಹೇಗೆ ನಂಬುದು? അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കി വേണം. അവരുടെ ആ മെസ്സേജ് സെയിം ആണ്, ആ സന്ദേശം സെയിം ആണ്, പക്ഷെ അവതരിപ്പിക്കുന്ന മെത്തേഡ്സ് ഡിഫറെന്റ് ആണ്. ಆದ್ದರಿಂದ ಈಗಿನ ಮಕ್ಕಳ ಮಾನಸಿಕವಾಗಿರುವಂತಹ ಅವರ ಬೆಳವಣಿಗೆಯನ್ನ ನಾವು ತಿಳಿದುಕೊಂಡವರಾಗಿ ಸಂದೇಶವನ್ನ ಸಿದ್ಧ ಮಾಡಬೇಕು. ಒಂದೇ ಸಂದೇಶ, ಆದ್ರೆ ವ್ಯತ್ಯಸ್ತ ರೀತಿಯಲ್ಲಿ ನಾವು ಅದನ್ನ ವಿವರಿಸಬೇಕಾಗಿದೆ. അപ്പൊ ഇവരെ ചോദിക്കുന്ന അവരുടെ വിശ്വാസത്തെ കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. ಇವರು ನಂಬಿಕೆ ಕುರಿತಾಗಿ ಬಹಳಷ್ಟು ಪ್ರಶ್ನೆ ನಮ್ಮಲ್ಲಿ ಕೇಳ್ತಾರೆ. ഇപ്പൊ എന്റെ ചർച്ചിൽ ഉണ്ടായിരുന്ന, ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിരുന്ന ഒരു കുഞ്ഞ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ನನ್ನ ಸಭೆಯಲ್ಲಿ ನಾನು ಸಂಡೇ ಸ್ಕೂಲ್ ಅನ್ನ ಕಲಿಸಿದಂತ ಒಂದು ಮಗು ನನ್ನಲ್ಲಿ ಪ್ರಶ್ನೆ ಕೇಳಿದರು. വളരെ വർഷങ്ങൾക്ക് പുറകിലാണ്, ತುಂಬಾ ವರ್ಷಗಳ ಹಿಂದೆ. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ബെൻസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇപ്പോൾ മത്തിക്കര അസംബ്ലിയിലെ നല്ലൊരു ബൈബിൾ ടീച്ചറാണ്. ಈ ಬೆನ್ಸನ್ ಎಂಬ ಸಹೋದರ ಈಗ ಅವನು ಮತ್ತಿಕರ ಅಸೆಂಬ್ಲಿ ಇದ್ದಾನೆ. ಅವನು ನನ್ನ ಹತ್ರ ಪ್ರಶ್ನೆ ಕೇಳಿದ್ರು. ಅವನೀಗ ಒಳ್ಳೆ ಬೈಬಲ್ ಟೀಚರ್ ಆಗಿದ್ದಾನೆ. അവനോട് ചോദിച്ചു, അങ്കിള് ഈ നോഹയുടെ പെട്ടകത്തിനകത്ത്
മൃഗങ്ങള് ആടുകൾ കയറിയത് വളരെ കുറച്ചായിരുന്നു. ಆತನಲ್ಲಿ ಕೇಳಿದ ಈ ನಾವೇ ಮಾಡಿದಂತ ಈ ನೋಹನ ನಾವೇ ಮಾಡಿದಾಗ ನಾವೆಯಲ್ಲಿ ಕುರಿಗಳು ತುಂಬಾ ಕಡಿಮೆ ಇತ್ತು. അത് കഴിഞ്ഞ് നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഈ ആടിനെ എന്ത് ചെയ്തു? യാഗം അർപ്പിക്കുകയും ചെയ്തു. ನೋಹನು ಈ ನಾವೆಯನ್ನ ಈ ಪ್ರಳಯದ ಮುಗಿದ ನಂತರ ಆ ಕುರಿಯನ್ನ ಅವನು ಯಜ್ಞ ಮಾಡಿದ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇന്ന് കാണുന്ന ആടുകളൊക്കെ ഉണ്ടായത്? ಹಾಗಿದ್ರೆ ಹೇಗೆ ಇವತ್ತು ಕಾಣಿಸಲ್ಪಡುವಂತ ಈ ಕುರಿ ಮೇಕೆಗಳು ಹೇಗೆ ನಾವು ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ? അപ്പൊ ആടുകൾ വളരെ ചുരുക്കമല്ലായിരുന്നു, പിന്നെ എങ്ങനെ ഈ ആടുകളിൽ പെറ്റി വരികയെ? ಹಾಗಿದ್ರೆ ಈ ಕುರಿ ಎಲ್ಲ ಎಣಿಕೆಯಲ್ಲಿ ಸ್ವಲ್ಪ ಅಲ್ವಾ ಇದ್ದಿದ್ದು, ಮತ್ತೆ ಹೇಗೆ ಇದು ಬಹಳಷ್ಟು ಬೆಳೆದದ್ದು? അന്ന് എനിക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ല, അതിന് ഉത്തരം അറിയത്തില്ലായിരുന്നു. ಅವತ್ ನನಗೆ ಅದರ ಉತ್ತರ ಗೊತ್ತಿರ್ಲಿಲ್ಲ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് ഇതിന് ഉത്തരം അറിയത്തില്ല, ഞാൻ ബൈബിൾ ഒന്നുകൂടെ വായിച്ച് പഠിച്ചതിന് ശേഷം ഞാൻ മോനോട് ഉത്തരം പറയാമെന്ന് പറഞ്ഞു. ನಾನು ಅವನಿಗೆ ಹೇಳಿದೆ, ಮಗನೇ ನನಗೆ ಇದರ ಉತ್ತರ ಈಗ ಗೊತ್ತಿಲ್ಲ, ನಾನು ಮತ್ತೊಮ್ಮೆ ಸತ್ಯವೇದನ ಓದು ಸ್ವಲ್ಪನೂ ಕಲಿತ ನಂತರ ಉತ್ತರ ಕೊಡ್ತೇನೆ. അപ്പൊ എന്റെ സൺഡേ സ്കൂളിൽ 9 സ്റ്റുഡൻസ് ആണുള്ളത്. ಅವತ್ತು ನನ್ನ ಸಂಡೇ ಸ್ಕೂಲ್ನಲ್ಲಿ 9 ಮಕ್ಕಳಿದ್ರು. അപ്പൊ ആ 9 പേരെയും ഞാൻ ആ ഭാഗം പഠിച്ചതിന് ശേഷം പറഞ്ഞു മനസ്സിലാക്കി. ಈ 9 ಮಕ್ಕಳಿಗೂ ಆ ಭಾಗವನ್ನ ನಾನು ಸರಿಯಾಗಿ ಕಲಿತ ನಂತರ ಅವರಿಗೆ ತಿಳಿಯಲಿದೆ. ഒരു വർഷവും 17 ദിവസവും നോഹയും കുടുംബവും പെട്ടകത്തിനകത്തുണ്ടായിരുന്നു. 1 ವರ್ಷ 17 ದಿವಸವಾಗಿತ್ತು ನೋಹ ಕುಟುಂಬವಾಗಿ ಆ ನಾವೆಯಲ್ಲಿದ್ದದ್ದು. അപ്പോൾ ആടുകൾ അതിനകത്ത് തന്നെ പെറ്റ് പെരുകിയിട്ടുണ്ട്. ಹಾಗಾದ್ರೆ ಈ ಕುರಿ ಮೇಕೆಗಳು ಅದರೊಳಗೆ ಅವರು ಪ್ರಸವ ಮೊದಲಾದವುಗಳು ಅಲ್ಲಿ ಜಾಸ್ತಿ ಆಗಿತ್ತು. കാരണം ആ ആടുകൾക്ക് പ്രസവിക്കാൻ ഏറ്റവും കുറഞ്ഞ 4 മാസം 3 മാസം അല്ലെങ്കിൽ 5 മാസം ഒക്കെ ആവശ്യമുള്ളൂ. ಯಾಕಂದ್ರೆ ಈ ಕುರಿಗೆ ಪ್ರಸವ ಹೊಂದುವಂತ ಸಮಯ 4, 5, 6 ತಿಂಗಳು ಮಾತ್ರ ಸಾಕು. അപ്പൊ ഞാൻ അവനോട് മാത്രമല്ല ക്ലാസ്സിലുള്ളവരോടും പറഞ്ഞു. ಈ ಉತ್ತರವನ್ನು ಅವನೊಂದಿಗೆ ಮಾತ್ರವಲ್ಲ ಆ ತರಗತಿಯಲ್ಲಿದ್ದ ಎಲ್ಲ ಮಕ್ಕಳಿಗೂ ನಾನು ಹೇಳಿದೆ. ഇതുപോലെ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ಹೀಗಿದ್ರೆ ನಾವು ನಂಬಿಕೆಯನ್ನು ಕುರಿತಾಗಿ ಕೇಳುವಾಗ ನಾವು ಏನು ಉತ್ತರ ಕೊಡುತ್ತೇವೆ? ഒന്നാമത്തെ ഒരു ചോദ്യം, യേശു ക്രിസ്തു ദൈവമാണോ? ಮೊದಲನೇ ಪ್ರಶ್ನೆ, ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರಾಗಿದ್ದಾನೋ? യേശു ദൈവമാണെന്ന് എവിടെങ്കിലും യേശു തന്നെ അവകാശപ്പെട്ടിട്ടുണ്ടോ? ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರ ಎಂಬುದಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನು ಎಲ್ಲರೂ ಹೇಳಿದ್ದಾರಾ? യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിന്റെ ഒരു സോളിഡ് തെളിവ് തരാമോ? ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರಾಗಿದ್ರೆ ಅದಕ್ಕೆ ಒಂದು ಒಳ್ಳೆ ರುಜುವನ್ನಾದ್ರೂ ನಿಮಗೆ ಹೇಳ್ಬೋದಾ? യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರಾಗಿದ್ರೆ ದೇವರಿಗೆ ಸಾಯಲಿಕ್ಕೆ ಸಾಧ್ಯವೋ? യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ മരിക്കാനായിട്ട് സാധ്യമല്ലാത്ത യേശു എങ്ങനെ ഉയർത്തെഴുന്നേറ്റു? ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರಾಗಿದ್ದರೆ ಸಾಯಲಿಕ್ಕೆ ಸಾಧ್ಯವಲ್ಲದ ಯೇಸು ಕ್ರಿಸ್ತನು ಹೇಗೆ ಪುನರುತ್ಥಾನ ಹೊಂದಿದರು? ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മളെ തലേ ചൊറിഞ്ഞിട്ട് പറയും, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഇന്ന സാറിനോട് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറയും. ಈ ರೀತಿಯೆಲ್ಲ ಪ್ರಶ್ನೆಗಳು ನಮ್ಮ ಬಳಿಗೆ ಬಂದ್ರೆ ನಾವೇ ನಮಗೆ ಕಸಿವಿಸಿಯಾಗಿ ನಾನು ಮತ್ತೊಮ್ಮೆ ಬೇರೆ ಸಾರ್ ಹತ್ರ ಕೇಳಿ ಉತ್ತರ ಕೊಡ್ತೇನೆ ಎಂಬುದನ್ನು ನಾವು ಹೇಳ್ತೇವೆ. കാരണം ഇന്നത്തെ ലോകം ബൈബിളിന്റെ ദൈവനിശ്വാസ്യതയും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ನೋಡಿ, ಈ ಲೋಕವು ಬೈಬಲಿನ ಯಥಾರ್ಥತ್ವವು ಮತ್ತು ಯೇಸು ಕ್ರಿಸ್ತನ ದೈವಿಕತ್ವವನ್ನ ನಿಷೇಧ ಮಾಡುವಂತ ಒಂದು ತಲೆಮಾರು ಹೆಚ್ಚಾಗುತ್ತಾ ಇದೆ. ಅದರ ಮಧ್ಯದಲ್ಲಿ ನಾವಿದ್ದೇವೆ. ഞാൻ നിങ്ങളോട് വളരെ പേഴ്സണലി ചോദിക്കട്ടെ, യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരു 3 വാക്യമെങ്കിലും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? ನಾನು ನಿಮ್ಮಲ್ಲಿ ವೈಯಕ್ತಿಕವಾಗಿ ಕೇಳ್ತೇನೆ, ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರೆಂಬುದಾಗಿ ಹೇಳಲ್ಪಡುವಂತಹ ಕಡಿಮೆ ಅಂದ್ರೆ 3 ವಾಕ್ಯವಾದರೂ ನಿಮಗೆ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವೋ? സാധ്യമാണോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. ಮೊದಲನೇ ಸಾಧ್ಯವೋ ಇಲ್ಲವೋ ಎಂಬ ಹೇಳಿದ್ರೆ ಸಾಕು. ಸಾಧ್ಯ. ಓಕೆ, ಆದ್ರೆ ಹೇಳಿ ಬ್ರದರ್, ಒಂದು ವಾಕ್ಯ ಹೇಳಿ. ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ ಪಾಪಗಳನ್ನ ಕ್ಷಮಿಸುವ ಅಧಿಕಾರ ಉಂಟು. ನಾನು ಕೇಳಿದು ವಾಕ್ಯ ಕೊಡಬೇಕು, ನಿಮ್ಮ ಮಾತು ಕೊಡಬೇಕಂದಲ್ಲ, ರೆಫರೆನ್ಸ್ ಕೊಡಬೇಕು. ಮಾರ್ಕನ ಸುವಾರ್ತೆ 2ನೇ ಅಧ್ಯಾಯ ಅದರ 5ನೇ ವಾಕ್ಯ. ಓಕೆ, ಅದು ಸರಿ, ಅದು ಕರೆಕ್ಟ್. ದೇವರಿಗೆ ಮಾತ್ರ ಪಾಪ ಕ್ಷಮಿಸಲಿಕ್ಕೆ ಅಧಿಕಾರ ಇದೆ, ಅದು ಕರೆಕ್ಟ್.
ಅದಲ್ಲ, ಡೈರೆಕ್ಟ್ ಆಗಿ ವಾಕ್ಯಗಳನ್ನು ರೆಫರೆನ್ಸ್ ಅನ್ನು ಕೊಡ್ಲಿಕ್ಕೆ ಆಗ್ತದಾ? ಆಗುತ್ತೆ ಬ್ರದರ್. ಆಗುತ್ತದೆ. ಈ ಕಾರ್ಯമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ಈ ವಿಷಯವನ್ನ ನಾವು ಇವತ್ತು ಕಲಿಲಿಕ್ಕಿದ್ದೇವೆ. നിങ്ങൾക്ക് അറിയത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ನಿಮಗೆ ಗೊತ್ತಿಲ್ಲ ಎಂಬುದಾಗಿ ಅಲ್ಲ ನಾನು ಹೇಳ್ತಿರುವುದು. നിങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ലാത്തവരാണ് എന്നുള്ള ധാരണയിലല്ല ഞാൻ പറയുന്നത്. ನಿಮ್ಗೆ ಯಾರಿಗೂ ಇದರ ಕುರಿತಾಗಿ ಯಾವ ಅರಿವೇ ಇಲ್ಲ ಎಂಬ ಆ ಒಂದು ಕಾನ್ಸೆಪ್ಟ್ ಅಲ್ಲ ನಾನು ಮಾತನಾಡ್ತಿರುವುದು. ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെയുള്ള ആളുകൾ ചോദിക്കുമ്പോൾ മണിയായിട്ട് ഉത്തരം പറയാനായിട്ട് വാക്യങ്ങൾ എടുത്ത് പ്രൂഫ് ഉൾപ്പെടെ പറയാനായിട്ട് നമ്മൾ പഠിക്കണം. ಈ ರೀತಿಯ ಪ್ರಶ್ನೆಗಳು ಬಂದಾಗ ನಾವು ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ಅಚ್ಚುಕಟ್ಟಾದ ರೀತಿಯಲ್ಲಿ ನಾವು ಅದರ ರುಜು ಸಮೇತವಾಗಿ ಮಾತನಾಡುವಂತ ವಾಕ್ಯಗಳನ್ನು ನಾವು ಸಿದ್ಧ ಮಾಡಿಕೊಂಡಿರಬೇಕು. 5 വാക്യങ്ങൾ, കൃത്യമായ വാക്യങ്ങൾ ഞാൻ നൽകാനായിട്ട് പോവുകയാണ്. 5 ಸರಿಯಾದ ವಾಕ್ಯಗಳನ್ನ ನಾನು ನಿಮಗೆ ಕೊಡ್ಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೇನೆ. ഈ 5 അല്ല, ചില വാക്യങ്ങളുണ്ട്. 5 വാക്യങ്ങൾ കറക്റ്റായിട്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പ്രദാനം ചെയ്യുന്ന ವಾಕ್ಯങ്ങളാണ്. ನೋಡಿ, ಅನೇಕ ವಾಕ್ಯಗಳಿದೆ, ಆದರೆ 5 ವಾಕ್ಯಗಳು ಯೇಸು ಕ್ರಿಸ್ತನ ದೇವರ ಎಂಬುದಾಗಿ ನೇರವಾಗಿ ತಿಳಿಯಲಿರುವಂತಹ ವಾಕ್ಯಗಳಾಗಿದೆ. ഈ വാക്യങ്ങൾ നിങ്ങൾ ಯಾವಾಗಲೂ എപ്പോഴും മനഃപ്പാഠം തന്നെ പഠിക്കണം. ಈ ವಾಕ್ಯಗಳನ್ನು ನೀವು ಯಾವಾಗಲೂ ಹೃದಯದಲ್ಲಿ ಇಟ್ಕೊಂಡು ನೀವು ಕಲಿಯುವಂತರಾಗಬೇಕು. ഈ മനഃപ്പാഠം പഠിക്കാൻ എളുപ്പമാണ്, റെഫറൻസ് പഠിക്കാൻ എളുപ്പമാണ്. ಈ ಒಂದು ವಾಕ್ಯವನ್ನ ನೀವು ನೆನಪಿನಲ್ಲಿ ಇಟ್ಕೊಂಡು ಮಾತನಾಡಲಿಕ್ಕೆ ಹೇಳಲಿಕ್ಕೆ ಸುಲಭ. ഞാൻ അതിനുള്ള ട്രിക്ക് പറഞ്ഞു തരാം. ಅದಕ್ಕೆ ನಾನೊಂದು ಸೂತ್ರವನ್ನು ಹೇಳಿಕೊಡ್ತೇನೆ. ഞാൻ ഈ വാക്യങ്ങൾ പഠിക്കുന്ന രീതി ഇങ്ങനെയാണ്. ನಾನು ಈ ವಾಕ್ಯಗಳನ್ನ ಕಲಿಯುವ ರೀತಿ ಈ ರೀತಿಯಲ್ಲಿದೆ. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചുള്ള 10 വാക്യം എടുക്കും. ಯೇಸು ಕ್ರಿಸ್ತನ ದೈವತ್ವದ ಕುರಿತಾಗಿರುವಂತ 10 ವಾಕ್ಯಗಳನ್ನು ತೆಗೆದುಕೊಳ್ತೇನೆ. ഓരോ വാക്യവും 5 or 6 പ്രാവശ്യം പറഞ്ഞ് എന്റെ മെമ്മറിയിൽ അങ്ങ് സെറ്റ് ചെയ്യും. ನನ್ನ ನೆನಪಿನ ಶಕ್ತಿಯಲ್ಲಿ ಒಂದೊಂದು ವಾಕ್ಯಗಳನ್ನ 5-6 ಬಾರಿ ನಾನು ಹೇಳಿಕೊಂಡು ಅದನ್ನ ನಾನು ಸೆಟ್ ಮಾಡ್ತೇನೆ. പിന്നെ ആര് പറഞ്ഞാലും അത് ആ ബ്രെയിനിൽ നിന്ന് പോകത്തില്ല. ಮತ್ತೆ ಯಾರು ಕೂಡ ಏನೇ ಹೇಳಿದ್ರು ನನ್ನ ತಲೆಯಿಂದ ಬುದ್ಧಿಯಿಂದ ಅದು ಹೋಗುದಿಲ್ಲ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്നാമത്തെ വാക്യം, ಆದ್ದರಿಂದ ನಾನು ಈ ವಿಷಯ ನಿಮ್ಮಲ್ಲಿ ನಾನು ಮಾತನಾಡ್ತೇನೆ. 1ನೇ ವಾಕ್ಯ, റോമാലേഖനം 9ാം അധ്യായം 5ാം വാക്യം. ರೋಮ ಪತ್ರಿಕೆ 9ನೇ ಅಧ್ಯಾಯದ 5ನೇ ವಾಕ್ಯ. ಯಾರಾದರೂ ಓದಿ ಆ ವಾಕ್ಯ. ರೋಮರ್. ಆತನು ಎಲ್ಲದರ ಮೇಲೆ ಒಡೆಯನು, ನಿರಂತರ ಸ್ತುತಿ ಹೊಂದತಕ್ಕ ದೇವರು ಆಗಿದ್ದಾನೆ. ಆಮೆನ್. വളരെ വ്യക്തമായി അവിടെ പറയുകയാണ്. ಅಲ್ಲಿ ಬಹಳ ವ್ಯಕ್ತವಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರೆಂಬುದಾಗಿ ಹೇಳಲ್ಪಟ್ಟಿದೆ. അവൻ സർവ്വത്തിനും മീതെ ദൈവമാണ്. ಆತನು ಎಲ್ಲದರ ಮೇಲೆ ಒಡೆಯನಾಗಿದ್ದಾನೆ, ದೇವರಾಗಿದ್ದಾನೆ. ഇത് അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 4ാമത്തെ വാക്യം കൂടെ വായിക്കണം. ಇಲ್ಲಿ ಅವನು ಆತನು ಎಂಬುದಾಗಿ ಯಾರು ಎಂಬುದಾಗಿ ಗೊತ್ತಾಗಬೇಕಾದ್ರೆ 4ನೇ ವಾಕ್ಯವನ್ನ ನಾವು ಓದಿಕೊಳ್ಳಬೇಕು. 4ാമത്തെ വാക്യത്തിൽ പറയുന്നത്, 4ನೇ ವಾಕ್ಯದ ಹೇಳಿರುವುದು ഇസ്രായേലിന്റെ ചില പദവികളെ കുറിച്ചാണ് പറയുന്നത്. ಇಸ್ರಾಯೇಲ್ಯರ ಕೆಲವೊಂದು ಪದವಿಗಳನ್ನ, ಆಶೀರ್ವಾದಗಳನ್ನ ಅಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿದೆ. അവര് ഇസ്രായേലരാണ്. ಅವರು ಇಸ್ರಾಯೇಲ್ ವಂಶದವರು. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. ಮೊದಲನೇ ವಿಶೇಷತೆ ಅದಾಗಿದೆ. 2, പുത്രത്വം അവർക്കുള്ളതാണ്. 2ನೇದಾಗಿ ಪುತ್ರರಾಗಿ ಅವರನ್ನು ಸ್ವೀಕಾರ ಮಾಡಿದ್ದಾರೆ. 3, തേജസ് അവർക്കുള്ളതാണ്. ದೇವರ ಸಾನ್ನಿಧ್ಯವು ಅವರಿಗಿದೆ. 4, ನಿಯಮങ്ങൾ അവർക്കുള്ളതാണ്. 4ನೇದು ಒಡಂಬಡಿಕೆಗಳನ್ನ ಅವರಿಗೆ ಮಾಡಿಕೊಂಡಿದ್ದಾರೆ. 5, ന്യായപ്രമാണം അവർക്കുള്ളതാണ്. 5ನೇದಾಗಿ ಧರ್ಮಶಾಸ್ತ್ರವು ಅವರಿಗಿದೆ. 6, ആരാധന അവർക്കുള്ളതാണ്. 6ನೇದಾಗಿ ದೇವಾಲಯದಲ್ಲಿ ನಡೆಯುವ ಆರಾಧನೆ ಅವರಿಗಿರುವಂತದ್ದು. 7, വാഗ്ദത്തങ്ങൾ അവർക്കുള്ളതാണ്. ವಾಗ್ದಾನಗಳು ಅವರಿಗೆ ಲಭಿಸಿದೆ. 8, പിതാക്കന്മാരും അവർക്കുള്ളതാണ്. ಪೂರ್ವ ಪಿತೃಗಳು 8ನೇದಾಗಿ ಅವರಿಗೆ ಲಭಿಸಿದೆ. 9 പറയാണ്, ക്രിസ്തുവും അവരിൽ നിന്നാണ് ജനിച്ചത്. ನೋಡಿ, 9ನೇದಾಗಿ ಕ್ರಿಸ್ತನು ಅವರಲ್ಲಿಯೇ ಹುಟ್ಟಿದನು. എന്നിട്ട് പറയാണ്, അവൻ സർവ്വത്തിനും മീതെ ദൈവം. ತದನಂತರ ಹೇಳುವಂತ ಪದ ಗಮನಿಸಬೇಕು, ಆತನು ಎಲ್ಲದರ ಮೇಲೆ ಒಡೆಯನು. അപ്പോ ഈ 9 കൂട്ടം കാര്യങ്ങൾ ഇസ്രായേലിന് മാത്രം അവകാശപ്പെട്ടതാണ്. ಈ 9 ವಿಶೇಷತೆಗಳು ಇಸ್ರಾಯೇಲ್ಗೆ ಮಾತ್ರವೇ ಇರುವಂತಹ ಸಂಗತಿಗಳಾಗಿದೆ. ക്രിസ്തുവും അവരിൽ നിന്നാണ്.
ಆ ಕ್ರಿಸ್ತನು ಅವರಿಂದಲೇ ಹುಟ್ಟಿದನು. അവൻ സർവ്വത്തിനും മീതെ ദൈവമാണ്. ಆತನು ಎಲ್ಲದರ ಮೇಲೆ ಒಡೆಯನಾಗಿದ್ದಾನೆ, ದೇವರಾಗಿದ್ದಾನೆ. അപ്പൊ ഒന്നാമത്തെ കാര്യം സർവ്വത്തിനും മീതെ ദൈവം എന്നുള്ള വാക്യം റോമർ 9:5. ನೋಡಿ, ಮೊದಲನೇ ಸಂಗತಿ, ಆತನು ಎಲ್ಲದರ ಮೇಲೆ ದೇವರು ಎಂಬುದಾಗಿ 9ನೇ ಅಧ್ಯಾಯದ 5ನೇ ವಾಕ್ಯದಲ್ಲಿ ನೋಡುತ್ತೇವೆ. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വാക്യമാണ്. ಇದು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಯಾವತ್ತೂ ಮರೆಯಬಾರದಂತ ಒಂದು ವಾಕ್ಯವಾಗಿದೆ. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരാം. 2ನೇ ವಾಕ್ಯಕ್ಕೆ ಬರುವ. തീത്തോസ് 2:12. ತೀತನಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 2ನೇ ಅಧ್ಯಾಯದ 12ನೇ ವಾಕ್ಯ. ಅದು ಸಹ ಒಮ್ಮೆ ಓದಿ. ಮಹಾದೇವರು ನಮ್ಮ ರಕ್ಷಕನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಪ್ರಭಾವದ ಪ್ರತ್ಯಕ್ಷತೆಯನ್ನು ಎದುರು ನೋಡುತ್ತಾ സാക്കു ಇಹಲೋಕದಲ್ಲಿ സാക്കു നമ്മുടെ ആ പദം മാത്രം വന്നാ മതി. ಈ ಪದವನ್ನ ಮಾತ್ರ ನಾವು ಗಮನಿಸಿ ಓದಿದ್ರೆ ಸಾಕು. എന്താ അവിടെ പറയുന്നേ? ಏನ್ ಹೇಳಲ್ಪಟ್ಟಿರುವುದು? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. ಅಲ್ಲಿ ಪದ ಗಮನಿಸುವುದಾದ್ರೆ ಮಹಾದೇವರ ಮತ್ತು ನಮ್ಮ ರಕ್ಷಕನಾದ ಯೇಸು ಕ್ರಿಸ್ತನ. അപ്പൊ യേശു ക്രിസ്തു വെറുതെ ഉള്ളൊരു കുട്ടി ദൈവം അല്ല. ನೋಡಿ, ಯೇಸು ಕ್ರಿಸ್ತನು ಚಿಕ್ಕದಾದ ಒಂದು ಸಾಧಾರಣ ದೇವನಲ್ಲ, മഹാദൈവമാണ്. ಮಹಾದೇವರಾಗಿದ್ದಾನೆ എന്ന് പറഞ്ഞാൽ അതിന്റെ ആഴം എത്രയാണ്? ಹಾಗಿದ್ರೆ ಅದರ ಮಹಿಮೆ ಎಷ್ಟು ದೊಡ್ಡದಾಗಿದೆ ಪ್ರಿಯರೇ. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഹീസ് എ ഗ്രേറ്റ് ഗാഡ് എന്നാണ്, വലിയ ദൈവം എന്നാണ്. ಆಂಗ್ಲದಲ್ಲಿ ಅವನು ದೊಡ್ಡ ದೇವರೆಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. അപ്പൊ വലിയ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ಈ ದೊಡ್ಡ ದೇವರೆಂಬುದಾಗಿ ಹೇಳಿದ್ರೇನು? അന്ന് ആ കാലഘട്ടത്തിൽ കുഞ്ഞു കുഞ്ഞു ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ನೋಡಿ, ಆ ಕಾಲಘಟ್ಟ ಅಂದ್ರೆ ಪತ್ರಿಕೆ ಬರೆದಂತ ಕಾಲಘಟ್ಟದಲ್ಲಿ ಚಿಕ್ಕ ಪುಟ್ಟ ದೇವರುಗಳಿದ್ರು. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഓരോ ഉത്സവം വരുമ്പോൾ 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് 500 രൂപയ്ക്ക് ദൈവത്തെ വിലയ്ക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് പോലെ അവിടെ ദൈവത്തെ വിലയ്ക്ക് വാങ്ങിക്കുന്ന ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ಅಂತ ಹೇಳಿದ್ರೆ ನಾವಿಂದು ಹಬ್ಬಗಳ ಸಮಯದಲ್ಲಿ 50, 100, 500 ರೂಪಾಯಿಗೆ ನಾವು ಹಣ ಕೊಟ್ಟು ದೇವರನ್ನ ಖರೀದಿ ಮಾಡುವ ರೀತಿಯಲ್ಲಿ ಆ ಕಾಲದಲ್ಲಿಯೂ ಆ ಒಂದು ಸಂಪ್ರದಾಯವಿತ್ತು. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. തീത്തോസ് 2:12 പറയാണ് ഗ്രേറ്റ് ഗോഡ്, മഹാദൈവമാണ്. ಆಗಿರುವಂತಹ ದೇವರಲ್ಲ ನಮ್ಮ ದೇವರು. ತೀತ ಪತ್ರಿಕೆ 2ನೇ ಅಧ್ಯಾಯ 12ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿರುವುದು ಮಹಾದೇವರು ಎಂಬುದಾಗಿ. അപ്പൊ 2 വാക്യങ്ങൾ മനഃപ്പാഠം പഠിക്കണം. റോമർ 9:5, തീത്തോസ് 2:12. ಈ ಎರಡು ವಾಕ್ಯಗಳು ನಮ್ಮ ಮನಸ್ಸಿನಲ್ಲಿ ನಾವು ಇಟ್ಕೊಳ್ಬೇಕು, ಕಲಿಬೇಕು. ರೋಮ 9ನೇ ಅಧ್ಯಾಯದ 5ನೇ ವಾಕ್ಯ, ತೀತ 2ನೇ ಅಧ್ಯಾಯದ 12ನೇ ವಾಕ್ಯ. മൂന്നാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. 3ನೇ ವಾಕ್ಯಕ್ಕೆ ನಮ್ಮ ಗಮನ ನಡೆಸುವ. എബ്രായ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. ಇಬ್ರಿಯ ಬರೆದ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯದ 9ನೇ ವಾಕ್ಯ. ನೀನು ಧರ್ಮವನ್ನ ಪ್ರೀತಿಸಿದ್ದಿ, ಅಧರ್ಮವನ್ನು ದ್ವೇಷಿಸಿದ್ದಿ, ಆದದರಿಂದ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. 8-ാം വാക്യം. 8ನೇ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳಿ ಬ್ರದರ್. ಮಗನ ವಿಷಯದಲ್ಲಿ ಆದರೂ ದೇವರೇ, ನಿನ್ನ ಸಿಂಹಾಸನವು ಯುಗ ಯುಗಾಂತರದಲ್ಲಿಯೂ ಇರುವುದು, ನ್ಯಾಯದಂಡವೇ ನಿನ್ನ ರಾಜದಂಡವಾಗಿದೆ. അപ്പൊ 8-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ನೋಡಿ, 8ನೇ ವಾಕ್ಯದಲ್ಲಿ ಏನು ಹೇಳಲ್ಪಟ್ಟಿದೆ? പിതാവായ ദൈവം പുത്രനെ വിളിക്കുകയാണ് ദൈവമേ. ತಂದೆಯಾದ ದೇವರು ಮಗನನ್ನು ಕರೆಯುತ್ತಾ ಇದ್ದಾರೆ ದೇವರೇ ಎಂಬುದಾಗಿ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ಏನು ಈ ಹೇಳಲ್ಪಟ್ಟಿರುವಂತಹ ವಾಕ್ಯದ ಅರ್ಥ? പിതാവായ ദൈവം പുത്രനെ വിളിക്കുന്നത് ദൈവമേ എന്നാണ്. ತಂದೆಯಾದ ದೇವರು ಮಗನನ್ನ ಕರೆದದ್ದು ದೇವರೇ ಎಂಬುದಾಗಿ. അവിടെ പറയുന്ന ಅರ್ಥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ಅಲ್ಲಿ ಹೇಳಿರುವಂತಹ ಪದದ ಅರ್ಥವನ್ನು ನಾವು ಧ್ಯಾನಿಸಬೇಕು. പിതാവായ ദൈവം പുത്രനെ വിളിക്കുകയാണ് ദൈവമേ എന്നാണ്. ತಂದೆಯಾದ ದೇವರು ಮಗನನ್ನ ಕರೆಯುತ್ತಾ ಇದ್ದಾರೆ ದೇವರೇ ಎಂಬುದಾಗಿ. എന്തെല്ലാം ആ ദൈവത്തെ വിളിച്ചിട്ട് എന്തെല്ലാം പറയുന്നത് ശ്രദ്ധിച്ചേ. ದೇವರೇ ಎಂದು ಕರೆದ ನಂತರ ಏನೆಲ್ಲ ಅಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿದೆ ಗಮನಿಸಿ. നിന്റെ സിംഹാസനം എന്നും എന്നേക്കുള്ളതാണ്. ನಿನ್ನ ಸಿಂಹಾಸನವು ಯುಗಾಂತರಗಳಲ್ಲಿಯೂ ಇರುವುದು. 2, നിന്റെ ചെങ്കോൽ രാജത്വത്തിന്റെ ചെങ്കോലാണ്. 2ನೇದಾಗಿ ನಿನ್ನ ದಂಡ ರಾಜದಂಡವಾಗಿದೆ. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയാണ് നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആളാണ്. 10ನೇ ವಾಕ್ಯದಲ್ಲಿ ಆದಿಯಲ್ಲಿ ನೀನು ಭೂಮಿಗೆ ಅಸ್ಥಿವಾರವನ್ನು ಹಾಕಿದಿ. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാണ്. ಗಗನ ಮಂಡಲವು ನಿನ್ನ ಕೈ ಕೆಲಸವಾಗಿದೆ.
അത് കഴിഞ്ഞ് പറയാണ്, അവ നിലനിൽക്കും, വസ്ത്രം പോലെ പോകും, പക്ഷെ നീയോ അനന്യൻ. 12ാം വാക്യത്തിൽ നീ അനന്യനായി നിൽക്കുകയാണ്. ನೋಡಿ 11-12 ವಾಕ್ಯದಲ್ಲಿ ಓದಿಕೊಳ್ತೇವೆ, ಅವು ನಾಶವಾಗುವವು, ಆದರೆ ನೀನು ಶಾಶ್ವತವಾಗಿರುತ್ತಿ, ಅವೆಲ್ಲವೂ ವಸ್ತ್ರದಂತೆ ಹಳೆವಾಗುವವು ಎಂಬುದಾಗಿ. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കത്തില്ല. ನಿನ್ನ ವರ್ಷಗಳು ಮುಗಿದು ಹೋಗುವುದಿಲ್ಲ. പിതാവ് പുത്രനെ വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ വായിച്ചത്. ತಂದೆಯಾದ ದೇವರು ಈ ಮಗನ ಕುರಿತಾಗಿ ಹೇಳಿದ ಸಂಗತಿಗಳಾಗಿದೆ ಓದಿಕೊಂಡದ್ದು. അപ്പം പിതാവായ ദൈവം പുത്രനെ വിളിക്കുന്നതാണ് ദൈവമേ എന്നാണ് വിളിക്കുന്നത്. ನೋಡಿ, ತಂದೆಯಾದ ದೇವರು ಮಗನನ್ನ ಕರೆಯುತ್ತಾ ಇದ್ದಾರೆ ದೇವರೇ ಎಂಬುದಾಗಿ. അപ്പോൾ 3ാമത്തെ വാക്യം മറക്കരുത്, എബ്രായ ലേഖനം 1-ാം അധ്യായം 8ാം വാക്യം. ಅದರಿಂದ 3ನೆಯ ವಾಕ್ಯವನ್ನ ನಾವು ಮರೆಯಬಾರದು. ಇಬ್ರಿಯ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯದ 8ನೆಯ ವಾಕ್ಯ. 4ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. 4ನೇ ವಾಕ್ಯಕ್ಕೆ ನಾವು ಬರುವ 1 യോഹന്നാൻ 5-ാം അധ്യായം 20ാം വാക്യം. 1 ಯೋಹನ 5ನೇ ಅಧ್ಯಾಯದ 20ನೇ ವಾಕ್ಯ. 1 യോഹന്നാൻ 5:20. ದೇವರ ಮಗನು ಬಂದು ದೇವರ ಮಗನು ಬಂದು ನಾವು ಸತ್ಯವಾಗಿರುವಾತನನ್ನು ಅರಿತುಕೊಳ್ಳುವ ಹಾಗೆ ನಮಗೆ ವಿವೇಕವನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ ಎಂಬುದೇ. ಅವನು ನಾವು ಮಗನಾದ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಇರುವವರಾಗಿ ಸತ್ಯವಾಗಿರುವ ಆತನಲ್ಲಿದ್ದೇವೆ. ಆತನು ಸತ್ಯದೇವರು, ನಿತ್ಯ ಜೀವವು ಆಗಿದ್ದಾನೆ. ആതന സത്യദേവരു. അപ്പൊ അടുത്ത 4ാമത്തെ പ്രയോഗം സത്യദൈവമാണ്. 4ನೇ ಸಂಗತಿ, ಯೇಸು ಕ್ರಿಸ್ತನು ಸತ್ಯದೇವರಾಗಿದ್ದಾನೆ ಎಂಬುದೇ. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 5ാം വാക്യത്തിൽ സർവത്തിനും മീതെ ദൈവമാണ്. ರೋಮಪತ್ರಿಕೆ 9ನೇ ಅಧ್ಯಾಯದ 5ನೇ ವಾಕ್ಯದಲ್ಲಿ ಎಲ್ಲದರ ಮೇಲೆ ಒಡೆಯನು ಎಂಬುದಾಗಿ. തീത്തോസിലെ 2ാം അധ്യായം 12ാം വാക്യത്തിൽ വലിയ ദൈവമാണ്. ತೀತನಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 2ನೇ ಅಧ್ಯಾಯ 12ನೇ ವಾಕ್ಯದಲ್ಲಿ ಮಹಾದೇವರು ಎಂಬುದಾಗಿ. എബ്രായ ലേഖനം 1-ാം അധ്യായം 8ാം വാക്യത്തിൽ പിതാവ് പുത്രനെ എന്റെ ദൈവമേ എന്നാണ് വിളിക്കുന്നത്. ಇಬ್ರಿಯ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯದ 8ನೇ ವಾಕ್ಯದಲ್ಲಿ ತಂದೆಯು ಮಗನನ್ನ ದೇವರೇ ಎಂಬುದಾಗಿ ಸಂಬೋಧನೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. 1 യോഹന്നാൻ 5-ാം അധ്യായം 20ാം വാക്യത്തിൽ അവൻ സത്യദൈവമാണ് എന്ന് കാണാൻ കഴിയും. 1 ಯೋಹನ 5ನೇ ಅಧ್ಯಾಯದ 20ನೇ ವಾಕ್ಯದಲ್ಲಿ ಅವನು ಸತ್ಯದೇವರು ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. ഈ വാക്യങ്ങളെല്ലാം കറക്റ്റായ വാക്യങ്ങളാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുന്ന വാക്യങ്ങളാണ്. ಈ ವಾಕ್ಯಗಳೆಲ್ಲ ಯೇಸು ಕ್ರಿಸ್ತನ ದೈವತ್ವವನ್ನು ರುಜು ಮಾಡುವಂತ ನೇರವಾಗಿರುವಂತಹ ವಾಕ್ಯಗಳಾಗಿದೆ. നിങ്ങൾ പറഞ്ഞ വാക്യങ്ങൾ അതിനെ നമ്മൾ വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്നതാണ്. ನೀವು ಹೇಳಿದಂತ ವಾಕ್ಯಗಳು ಅದನ್ನ ವ್ಯಾಖ್ಯಾನಿಸಿಕೊಂಡು ಬರುವಂತದ್ದಾಗಿದೆ. പാപങ്ങളെ ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ, അതുകൊണ്ട് യേശു ദൈവമാണ് എന്ന് തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. ಪಾಪವನ್ನ ಕ್ಷಮಿಸಲಿಕ್ಕೆ ದೇವರಿಗೆ ಮಾತ್ರವೇ ಸಾಧ್ಯವಿರುವುದು, ಆದುದರಿಂದ ಯೇಸು ದೇವರಾಗಿದ್ದಾನೆ ಎಂಬುದನ್ನು ರುಜು ಮಾಡಿಸುವಂತ ವಿಷಯಗಳಾಗಿದೆ ಅದು. ശിഷ്യന്മാർ യേശുവിനെ ആരാധിച്ചു, അവൻ നമസ്കാരം വാങ്ങിച്ചു, അതുകൊണ്ട് നമസ്കരിക്കാനായിട്ട് യോഗ്യതയുള്ള ആൾ ദൈവമാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. ಶಿಷ್ಯರು ಯೇಸು ಕ್ರಿಸ್ತನ ಅಡ್ಡ ಬಿದ್ದು ಆರಾಧನೆ ಮಾಡಿದ್ರು. ಅಡ್ಡ ಬಿದ್ದು ಆರಾಧನೆ ಮಾಡ್ಲಿಕ್ಕೆ ಯೇಸು ಕ್ರಿಸ್ತನ ದೇವರು ಯೋಗ್ಯನೇ ಎಂಬುದನ್ನ ನಾವು ವ್ಯಾಖ್ಯಾನಿಸಿ ರುಜು ಮಾಡುವಂತದ್ದಾಗಿದೆ. അത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. ಅದು ತಪ್ಪಲ್ಲ ಎಂಬುದಾಗಿ ನಾನು ಹೇಳ್ತಾ ಇಲ್ಲ. അത് ശരിയാണ്, ಅದು ಸರಿಯಾಗಿಯೇ ಇದೆ. പക്ഷെ ഞാൻ തന്നിരിക്കുന്ന 4 വാക്യങ്ങൾ കൃത്യമായ വാക്യങ്ങളാണ്. ನಾನು ಕೊಟ್ಟಂತ 4 ವಾಕ್ಯಗಳು ನೇರವಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರಾಗಿಯೇ ಇದ್ದಾನೆ ಎಂಬುದಾಗಿ ಹೇಳಲ್ಪಟ್ಟಂತ ವಾಕ್ಯಗಳಾಗಿದೆ. 5ാമത്തെ വാക്യത്തിലേക്ക് വരാം. 5ನೇ ವಾಕ್ಯಕ್ಕೆ ಬರುವ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ಯೋಹಾನನ ಸುವಾರ್ತೆ 1ನೇ ಅಧ್ಯಾಯದ 1ರಿಂದ 3 ವರೆಗಿನ ವಾಕ್ಯಗಳು. ಆದಿಯಲ್ಲಿ ವಾಕ್ಯವಿತ್ತು, ಆ ವಾಕ್ಯವು ದೇವರ ಬಳಿಯಲ್ಲಿತ್ತು, ಆ ವಾಕ್ಯವು ದೇವರಾಗಿತ್ತು, ಆ ವಾಕ್ಯವೆಂಬುವನು നിർത്തി വായിക്കാം. നമുക്ക് ഓരോ നിർത്തി വായിക്കാം. ನಾವು ನಿಲ್ಲಿಸಿ ಓದಿಕೊಳ್ಳುವ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ಆದಿಯಲ್ಲಿ ವಾಕ್ಯವಿತ್ತು. ഈ വചനം എന്ന് പറയുന്നത് ആരാണ്? ಈ ವಾಕ್ಯವೆಂಬುವನು ಯಾರು? നമ്മൾ വ്യാഖ്യാനിക്കാൻ പോകണ്ട. ನಾವು ಇದನ್ನು ವ್ಯಾಖ್ಯಾನಿಸೋಕೆ ಹೋಗುದು ಬೇಡ. സിമ്പിൾ ആയിട്ട് അങ്ങനെ വിശ്വസിച്ചാൽ മതി. ನಾವು ಸರಳವಾಗಿ ಅದು ನಂಬಿದ್ರೆ ಸಾಕು. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ಆದಿಯಲ್ಲಿ ವಾಕ್ಯವಿತ್ತು. ഏതാ ഈ ആദി? ಯಾವುದು ಈ ಆದಿ ಎಂಬುದು? ബൈബിൾ ആരംഭിക്കുന്നത് 3 ആദി പറഞ്ഞുകൊണ്ടാണ്. ಸತ್ಯವೇದವು ಆರಂಭ ಮಾಡಿಕೊಳ್ಳುವಂಥದ್ದು 3 ಆದಿಯ ಕುರಿತಾಗಿ. അതായത് വേദപുസ്തകത്തിൽ 3 ആദികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്.
ಅಂದರೆ ಸತ್ಯವೇದದಲ್ಲಿ 3 ಆದಿಗಳ ಕುರಿತಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ഒന്നാമത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ಆದಿಕಾಂಡ 1ನೇ ಅಧ್ಯಾಯದ 1ನೇ ವಾಕ್ಯದಲ್ಲಿ ಮೊದಲನೇ ಆದಿಯನ್ನು ನೋಡ್ತೇವೆ. അവിടെ നമ്മൾ വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ಅಲ್ಲ ಓದುವಂಥದ್ದು, ಆದಿಯಲ್ಲಿ ದೇವರು ಆಕಾಶವನ್ನ ಭೂಮಿಯನ್ನ ಸೃಷ್ಟಿ ಮಾಡಿದರು. രണ്ടാമത്തെ ആദി എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന ആദിയാണ്. ಎರಡನೇ ಆದಿ ಎಂಬುದು ನಾವೀಗ ಓದಿಕೊಂಡಂತಹ ಯೋಹಾನ ಸುವಾರ್ತೆ 1ನೇ ಅಧ್ಯಾಯದ 1ನೇ ಆದಿ, ಅದು ಆದಿಯಲ್ಲಿ ವಾಕ್ಯವಿತ್ತು ಎಂಬುದಾಗಿ. മൂന്നാമത്തെ ആദി 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യമാണ്. ಮೂರನೆಯ ಆದಿ ಎಂಬುದು 1 ಯೋಹಾನ ಪತ್ರಿಕೆ ಅದರ 1ನೇ ಅಧ್ಯಾಯದ 1ನೇ ವಾಕ್ಯ. ആദി മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും സ്വന്തം കൈകൊണ്ട് സ്പർശിച്ചതും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആദി. ಅಲ್ಲಿ ನಾವು ಆದಿಯಿಂದ ಇದ್ದದ್ದು, ನಾವು ಅದನ್ನ ಕಿವಿಯಲ್ಲಿ ಕೇಳಿ ಕಣ್ಣಾರೆ ಕಂಡು ಎಂಬುದಾಗಿ ಆರಂಭ ಮಾಡ್ತಾ ಇದ್ದಾರೆ. എന്റെ സിമ്പിൾ ചോദ്യം ഇതാണ്, ನನ್ನ ಸರಳವಾಗಿರುವಂತ ಪ್ರಶ್ನೆ ಇದಾಗಿದೆ, ഈ 3 ആദിയിൽ ആദ്യത്തെ ആദി ഏതാണ്? ಈ 3 ಆದಿಯಲ್ಲಿ ಮೊದಲನೇ ಆದಿ ಯಾವುದು? ഉത്തരം നിങ്ങൾക്ക് പറയാം. ಯೋಹಾನ ಸುವಾರ್ತೆ ಅಂಕಲ್. John ಯೋಹಾನ ಸುವಾರ್ತೆ ಮೊದಲನೇ ಅಧ್ಯಾಯ ಮೊದಲನೇ ವಚನ. ഓക്കെ, വെരി ഗുഡ്. എന്റെ ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കാം. ನನ್ನ ಪ್ರಶ್ನೆ ಮತ್ತೊಮ್ಮೆ ನಾನು ಪುನರಾವರ್ತನೆ ಮಾಡುತ್ತೇನೆ. ഈ ആദി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ಈ ಆದಿ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ನಿಮಗೆ ಏನು ಗೊತ್ತಾಯ್ತು? ಮೊಟ್ಟ ಮೊದಲು ಪ್ರಾರಂಭ. ആരംഭം. അതിനേക്കാളും വലിയൊരു അർത്ഥം അവിടെ ഉണ്ട്. ನೋಡಿ, ಪ್ರಾರಂಭ ಎಂಬುದಾಗಿ ಹೇಳುವುದಕ್ಕಿಂತನೂ ದೊಡ್ಡದಾದ ಅರ್ಥವೂ ಅಲ್ಲಿದೆ. അത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു അർത്ഥമാണ്. ಅದು ನಾವೆಲ್ಲರೂ ಗ್ರಹಿಸಬೇಕಾದ, ತಿಳ್ಕೊಳ್ಬೇಕಾದ ಅರ್ಥವಾಗಿದೆ. എന്നോടൊരു നിരീശ്വരവാദി ചോദിച്ച ചോദ്യം ഇതാണ്, ದೇವರಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿಕೊಳ್ಳುವ ನಾಸ್ತಿಕನು ನನ್ನಲ್ಲಿ ಕೇಳಿದ ಪ್ರಶ್ನೆ ಈ ರೀತಿಯಲ್ಲಿದೆ, ഇതിനകത്തെ ആദ്യത്തെ ആദി ഏതാണ്? ಇದರಲ್ಲಿ ಮೊದಲನೇ ಆದಿ ಯಾವುದು? അപ്പൊ ഞാൻ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. ನಾನು ಉತ್ತರ ಕೊಟ್ಟೆ, ಯೋಹಾನನ ಸುವಾರ್ತೆ 1ನೇ ಅಧ್ಯಾಯದ 1ನೇ ವಾಕ್ಯ. അപ്പൊ അദ്ദേഹം എന്നോട് അടുത്ത ചോദ്യം, ಆತ ಮತ್ತೊಂದು ಪ್ರಶ್ನೆಯಲ್ಲಿ ಕೇಳ್ದ, ഈ ആദി എന്ന് പറഞ്ഞാൽ എന്താ? ಈ ಆದಿ ಅಂದ್ರೆ ಏನು? അപ്പൊ ഞാൻ പറഞ്ഞു പ്രാരംഭം, എല്ലാത്തിന്റെയും പ്രാരംഭം. ನಾನು ಹೇಳಿದೆ ಎಲ್ಲದರ ಆರಂಭ ಅಷ್ಟೇ ಎಂಬುದಾಗಿ. എന്റെ മനുഷ്യ, ഈ എല്ലാത്തിന്റെയും ആരംഭം എന്ന് പറഞ്ഞാൽ എന്താ? ನಾನು ಅದೇ ಕೇಳುವುದು, ಎಲ್ಲರ ಆರಂಭ ಎಂಬುದಾಗಿ ಹೇಳುವುದ್ರೆ ಏನು? അത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലൊന്ന് പറ. ಅದು ಮನುಷ್ಯನಿಗೆ ಗೊತ್ತಾಗುವಂತ ಭಾಷೆಯಲ್ಲಿ ಹೇಳಿ. അപ്പൊ എനിക്ക് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ പോലായി. ನನಗೆ ಬಹಳಷ್ಟು ಗೊಂದಲ ಉಂಟಾಯ್ತು. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ പറയാന്ന് പറഞ്ഞു. ನಾನು ಮನಸ್ಸಲ್ಲಿ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಹೀಗೆ ಹೇಳ್ತೀನಿ ಎಂಬುದಾಗಿ ಹೇಳಿದೆ. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് കോട്ടയത്താണ്. ಈ ವ್ಯಕ್ತಿಯ ಮನೆ ಕೋಟಯಂ ಎಂಬ ಪ್ರದೇಶದಲ್ಲಿದೆ. അപ്പൊ ഞാൻ നമ്മുടെ സാഹചര്യമായിട്ടും താരതമ്യപ്പെടുത്താൻ പോവാണ്. ಇದನ್ನ ನಮ್ಮ ಸನ್ನಿವೇಶದಲ್ಲಿ ಒಮ್ಮೆ ನಾನು ತುಲನೆ ಮಾಡುತ್ತೇನೆ. ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള ആദ്യത്തെ വണ്ടി എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ മുരുകേഷ് ബ്രദർ എന്ത് ഉത്തരം പറയും? ಬ್ಯಾಂಗ್ಳೂರಿಂದ ಮಂಗಳೂರಿಗೆ ಹೋಗುವಂತ ಮೊದಲನೆಯ ಗಾಡಿ ಯಾವಾಗ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ಮುರುಗೇಶ್ ಬ್ರದರ್ ಏನು ಉತ್ತರ ಕೊಡುತ್ತೀರಾ? അവര് പറയും 5 വരെಗೆ ഫസ്റ്റ് ഗാഡി. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ 5:30 ബസ്സിനാണ് ആദ്യത്തെ വണ്ടിക്കാണ് ഞാൻ വന്നത്. ಅವರು ಹೇಳ್ತಾರೆ 5ವರೆಗೆ ಮೊದಲನೇ ಗಾಡಿ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. ಯಾಕಂದ್ರೆ ನಾನು 5ವರೆಗೆ ಮೊದಲನೇ ಗಾಡಿಯಲ್ಲಿ ನಾನು ಪ್ರಯಾಣ ಮಾಡಿದೆ. അപ്പൊ 5:30 ബാംഗ്ലൂർ സ്റ്റാൻഡിൽ നിന്ന് മംഗലാപുരത്തിനുള്ള ആദ്യത്തെ വണ്ടി. ಅದರಿಂದ ಬೆಳಗ್ಗೆ 5ವರೆಗೆ ಬ್ಯಾಂಗ್ಳೂರಿನಿಂದ ಮಂಗಳೂರಿಗೆ ಪ್ರಯಾಣ ಮಾಡುವಂತ ಮೊದಲನೆಯ ಗಾಡಿ. അപ്പൊ ഞാൻ പറയാണ്, ಅದು ನಾನು ಹೇಳುತ್ತೇನೆ, അല്ല അതിനേക്കാളും മുമ്പ് എപ്പോഴാ ആദ്യത്തെ വണ്ടി ഏതാ? ಬ್ರದರ್ ഒരിക്കൽ കൂടി പറഞ്ഞേ. അതായത് അതിന് മുമ്പുള്ള ആദ്യത്തെ വണ്ടി ഏതാ? ಅದಕ್ಕಿಂತ ಮೊದಲಿರುವಂತಹ ಮೊದಲನೇ ಗಾಡಿ ಯಾವುದು? അതാണ് ആദ്യത്തെ വണ്ടി. 5:30 ആദ്യത്തെ വണ്ടി. ನಾನು ಹೇಳ್ತೇನೆ ಅದೇ ಮೊದಲನೇ ಗಾಡಿ, 5ವರೆಗೆ ಇರುವುದೇ ಮೊದಲನೇ ಗಾಡಿ. അതിന് മുമ്പ് വണ്ടി ഇല്ല. ಅದಕ್ಕೆ ಮೊದಲ ಗಾಡಿಯೇ ಇಲ್ಲ. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അതാണ് 5:30 പോകുന്ന വണ്ടിയാണ്. ಮೊದಲನೇದಂದ್ರೆ 5ವರೆಗೆ ಹೋಗುವ ಗಾಡಿಯೇ ಮೊದಲನೇದು എന്ന് പറഞ്ഞാൽ ಅಂತ ಹೇಳಿದ್ರೆ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് അതിന് മുമ്പ് ഒരാദിയില്ല, ആദി എന്ന് മനുഷ്യന് മനസ്സിലാകുന്ന അവസ്ഥയിൽ തുടങ്ങുന്ന ആദിയാണ്. ನೋಡಿ, ಇಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿರುವಂತಹ ಯೋಹಾನ ಸುವಾರ್ತೆ 1ನೇ ಅಧ್ಯಾಯದ 1ನೇ ವಾಕ್ಯದಲ್ಲಿ ಆದಿಯಲ್ಲಿ ಎಂಬುದಾಗಿ ಪದ ಅರ್ಥ ಮನುಷ್ಯನಿಗೆ ಗೊತ್ತಾಗುವಂತ ರೀತಿಯಲ್ಲಿ ಭಾಷೆಯಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿರುವುದು ಅಷ್ಟೇ.
ദൈവം സമയത്തിന് അധീനനാണ്. ನಮ್ಮ ದೇವರು ಸಮಯದಿಂದ ಬೇರ್ಪಟ್ಟವನಾಗಿದ್ದಾನೆ. ദൈവം സമയത്തിന് ക്ലിപ്തതയുള്ള അല്ലെങ്കിൽ സമയബന്ധിതനായ ഒരു ദൈവമല്ല. ನೋಡಿ, ನಮ್ಮ ದೇವರು ಸಮಯಕ್ಕೆ ಸಂಬಂಧಿಸಿರುವಂತಹ ದೇವರಲ್ಲ. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ദൈവം സമയത്തിന്റെ കാര്യം പറയുമ്പോൾ പറയുന്ന വാക്യം ഇതാണ്. ನಮಗೆ ಗೊತ್ತಾಗುವ ರೀತಿಯಲ್ಲಿ ಗೊತ್ತು ಮಾಡ್ಲಿಕ್ಕೋಸ್ಕರವಾಗಿ ಸಮಯಕ್ಕೆ ವಿಷಯವಾಗಿ ಹೇಳಲಿಕ್ಕೆ ಗೊತ್ತು ಮಾಡ್ಲಿಕ್ಕೆ ಈ ಪದವನ್ನು ಉಪಯೋಗಿಸಿದ್ದಾರೆ. അതാണ് പറയുന്നത് ആദിയിൽ, അതായത് നമുക്ക് മനസ്സിലാകുന്ന ആ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ಆದ್ದರಿಂದ ನಮಗೆ ಗೊತ್ತಾಗುವ ಭಾಷೆಯಲ್ಲಿ ಗೊತ್ತಾಗುವ ರೀತಿಯಲ್ಲಿ ಆದಿಯಲ್ಲಿ ಎಂಬುದಾಗಿ ಅಲ್ಲಿ ಉಪಯೋಗಿಸಲ್ಪಟ್ಟಿದೆ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ನಿಮಗೆ ಅರ್ಥ ಗೊತ್ತಾಗಿದೆ ಎಂಬುದಾಗಿ ನಾನು ತಿಳಿಯುತ್ತೇನೆ. അതായത് മനുഷ്യന് മനസ്സിലാകുന്ന ഒരു ആദി ഉണ്ടായി, ആ ആദിയിൽ തന്നെ ആരുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. ಮನುಷ್ಯನಿಗೆ ಗೊತ್ತಾಗುವ ರೀತಿಯಲ್ಲಿ ಒಂದು ಆದಿ ಉಂಟಾಯಿತು, ಆ ಆದಿಯಲ್ಲಿಯೇ ವಾಕ್ಯವೂ ಇತ್ತು. രണ്ടാമത്തെ കാര്യം, ಎರಡನೇ ಸಂಗತಿ, ആ ആദിയിൽ ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ಈ ಆದಿಯಲ್ಲಿ ವಾಕ್ಯವು ದೇವರೊಂದಿಗಿತ್ತು. മൂന്നാമത്തെ പ്രസ്താവന, ಮೂರನೆಯ ಹೇಳಿಕೆ, ആ വചനം ആ വാക്യವು ದೇವರಾಗಿತ್ತು. ಆ ವಾಕ್ಯವು ದೇವರಾಗಿತ್ತು. അപ്പം വളരെ വ്യക്തമാണ് ആ വചനം. ಈ ವಾಕ್ಯವು ಬಹಳ ವ್ಯಕ್ತವಾಗಿದೆ. അതിനകത്ത് വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ಅಲ್ಲಿ ವ್ಯಾಖ್ಯಾನ ಮಾಡಿಕೊಳ್ಳುವ ಯಾವ ಅವಶ್ಯಕತೆಯೂ ಇಲ್ಲ. മനുഷ്യന് എപ്പോൾ ആദി എന്ന് ചിന്തിക്കുന്നുവോ അപ്പോ തന്നെ വചനം ഉണ്ടായിരുന്നു. ಮನುಷ್ಯನು ಯಾವಾಗ ಆ ಆದಿ ಎಂಬುದಾಗಿ ಅವನು ಯೋಚನೆ ಮಾಡುತ್ತಾನೋ ಅವಾಗಲೇ ವಾಕ್ಯವಿತ್ತು. എന്നാൽ രണ്ടാം വാക്യം തുടങ്ങുന്നത് അല്പം ഡിഫറൻസോടുകൂടിയാണ്. ಆದರೆ ಎರಡನೇ ವಾಕ್ಯವು ಆರಂಭವಾಗುವುದು ಸ್ವಲ್ಪ ವ್ಯತ್ಯಸ್ತವಾಗಿ. ಕನ್ನಡದಲ್ಲಿ ಒಮ್ಮೆ ಓದಿ ಆ ವಾಕ್ಯ, ಎರಡನೇ ವಾಕ್ಯ. ಆ ವಾಕ್ಯವು ದೇವರಾಗಿತ್ತು, ಆ ವಾಕ್ಯವೆಂಬುವನು ಆದಿಯಲ್ಲಿ ದೇವರ ಬಳಿಯಲ್ಲಿದ್ದನು. അവിടെ ಆತನ ಮೂಲಕ അവിടെ നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷൻ വായിക്കുമ്പോൾ ನೋಡಿ, ಈ ಪದಗಳನ್ನು ಓದುವಾಗ അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്നാ പറയുന്നത്. ಅವನು ಆದಿಯಲ್ಲಿ ದೇವರೊಂದಿಗೆ ಇದ್ದನೆಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ഒന്നാം വാക്യത്തിൽ വചനം എന്ന് പറയുന്ന ആ പ്രത്യേക വചനം എന്ന ആ പദം ಮೊದಲನೇ ವಾಕ್ಯದಲ್ಲಿ ವಾಕ್ಯವೆಂಬುವಂತಹ ಪದವು രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രയോഗം ഉപയോഗിക്കുകയാണ്, അവൻ എന്നാണ് ഉപയോഗിക്കുന്നത്. ಆ ವಾಕ್ಯವನ್ನ ಎರಡನೇ ವಾಕ್ಯದಲ್ಲಿ ಅವನಿಗೆ ಏಕವಚನದಲ್ಲಿ ಅವನು ಎಂಬುದಾಗಿ ಹೇಳಲ್ಪಟ್ಟಿದೆ. കന്നഡದಲ್ಲಿ ಅದೇ രീതിയിലാണോ? ವಾಕ್ಯವೆಂಬುವನು, എംബവനു, വാക്യം എന്നവൻ. അപ്പൊ അവിടെ ഒരു നാമം അവിടെ ഉപയോഗിക്കുകയാണ്. ಅಲ್ಲಿ ಒಂದು ಏಕವಚನವನ ನಾಮವನ್ನು ಅಲ್ಲಿ ಕೊಟ್ಟಿದೆ. അപ്പൊ ആദ്യം വചനം 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 എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ಮೊದಲು ವಾಕ್ಯ ಎಂಬುದಾಗಿ ಹೇಳಲ್ಪಟ್ಟು ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ಆದಿಯಲ್ಲಿ ವಾಕ್ಯವಿತ್ತು, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, ವಾಕ್ಯವು ದೇವರ ಬಳಿಯಲ್ಲಿತ್ತು, വചനം ദൈവമായിരുന്നു. ವಾಕ್ಯವು ದೇವರಾಗಿತ್ತು. എന്നിട്ട് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ಮುಂದೆ ನಾವು ಆ ವಾಕ್ಯವನ್ನು ನೋಡುವುದಾದ್ರೆ, അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു. ಅವನು ಆದಿಯಲ್ಲಿ ದೇವರೊಂದಿಗೆ ಇದ್ದನು, ದೇವರ ಬಳಿಯಲ್ಲಿದ್ದನು. അടുത്ത വാക്യം അതിനേക്കാളും കുറച്ചുകൂടെ ഗൗരവമായിട്ട് പറയാണ്. ಮೂರನೇ ವಾಕ್ಯವು ಸ್ವಲ್ಪನೂ ಗಂಭೀರವಾಗಿ ಹೇಳಲ್ಪಟ್ಟಿದೆ. സകലവും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. ಆತನ ಮೂಲಕ ಸಮಸ್ತ ಉಂಟಾಯ್ತು, ಉಂಟಾಗಿರುವ ವಸ್ತುಗಳಲ್ಲಿ ಆತನಲ್ಲದೆ ಒಂದಾದರೂ ಉಂಟಾಗಲಿಲ್ಲ. ഇനി നമ്മൾ ഒരു ചെറിയ ചേഞ്ച് ഇവിടെ വരുത്താൻ പോവുകയാണ്. ನಾವಿಲ್ಲೊಂದು ಬದಲಾವಣೆಯನ್ನು ನಾವು ತರಲಿಕ್ಕಿದ್ದೇವೆ. ഈ അവൻ എന്നുള്ളിടത്തെല്ലാം വചനം കൂട്ടി നമ്മൾ വായിക്കാൻ പോവുകയാണ്. ಇಲ್ಲಿ ಅವನು ಎಂಬುದಾಗಿ ಸಂಬೋಧಿಸಿರುವ ಜಾಗದಲ್ಲಿ ವಾಕ್ಯ ಎಂಬ ಪದವನ್ನು ಸೇರಿಸಿ ನಾವು ಓದ್ತೇವೆ. ഒന്നാം വാക്യം വചനം തന്നെയാണ്, അതിന് മാറ്റേണ്ട ആവശ്യമില്ല. ಮೊದಲನೇ ವಾಕ್ಯ ಎಂಬುದಾಗಿ ಇದೆ, ಅದು ಬದಲಾವಣೆ ಮಾಡುವುದು ಬೇಡ. രണ്ടാം വാക്യത്തിലേക്ക് വരാം. ಎರಡನೆಯ ವಾಕ್ಯಕ್ಕೆ ಬರುವ, വചനം ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, ವಾಕ್ಯವು ಆದಿಯಲ್ಲಿ ದೇವರೊಂದಿಗಿತ್ತು, സകലവും വചനം മുഖാന്തരം ഉളവായി, ಸಕಲವು ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ಉಂಟಾಯಿತು ಸಮಸ್ತವು. ഉളവായതൊന്നും വചനം കൂടാതെ ഉളവായതല്ല. ಉಂಟಾಗಿರುವ ವಸ್ತುಗಳಲ್ಲಿ ಒಂದಾದರೂ ವಾಕ್ಯವಿಲ್ಲದೆ ಉಂಟಾಗಲಿಲ್ಲ. അപ്പൊ വ്യക്തമാണ് ഇപ്പോൾ ಹಾಗಾಗಿ ಇಲ್ಲಿ ಸಂಪೂರ್ಣವಾಗಿ ವ್ಯಕ್ತವಾಗಿದೆ. വചനം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്.
ಇಲ್ಲಿ ವಾಕ್ಯ ಎಂಬ ವಿಷಯಕ್ಕೆ ತುಂಬಾ ಪ್ರಾಮುಖ್ಯವನ್ನ ಕೊಡಲ್ಪಟ್ಟಿದೆ. ഈ വചനം ദൈവമാണ്. ಈ ವಾಕ್ಯವು ದೇವರಾಗಿದೆ. ഈ വചനം ദൈവമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ಈ ವಾಕ್ಯವು ದೇವರು ಎಂಬುದಾಗಿ ಹೇಳಲಿಕ್ಕೆ ಯಾವ ಸಂಶಯವಿಗೆ ಆಸ್ಪದವೇ ಇಲ್ಲ. എന്നാൽ ഈ വാക്യം യേശുക്രിസ്തുവാണ് എന്ന് എങ്ങനെ തെളിയിക്കാം? ಆದರೆ ಈ ವಾಕ್ಯವು ಯೇಸು ಕ್ರಿಸ್ತನೇ ಎಂಬುದಾಗಿ ಹೇಗೆ ರುಜು ಮಾಡುವುದು? 14ാമത്തെ വാക്യത്തിലേക്ക് വരാം. ಈ 1ನೇ ಅಧ್ಯಾಯ 14ನೇ ವಾಕ್ಯಕ್ಕೆ ನಾವು ಬರುವ. വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 14ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ವಾಕ್ಯವೆಂಬುವನು ನರಾವತಾರ ಎತ್ತಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ವಾಸ ಮಾಡಿದನು. അപ്പൊ ശ്രദ്ധിക്കണം, കണക്ഷൻ ശ്രദ്ധിക്കണം. ಇದಕ್ಕೆ ಸಂಬಂಧವನ್ನು ಗಮನಿಸಿ. വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ಆದಿಯಲ್ಲಿ ವಾಕ್ಯವಿತ್ತು. ആ വചനം ദൈവത്തോടുകൂടിയായിരുന്നു. ಆ ವಾಕ್ಯವು ದೇವರ ಬಳಿಯಲ್ಲಿತ್ತು. ആ വചനം ദൈവമായിരുന്നു. ಆ ವಾಕ್ಯವು ದೇವರಾಗಿತ್ತು. ആ വചനം ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു. ಈ ವಾಕ್ಯವು ಆದಿಯಲ್ಲಿ ದೇವರ ಬಳಿಯಲ್ಲಿತ್ತು. ആ വചനത്താലാണ് സകലവും ഉളവായത്. ಈ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ಸಮಸ್ತ ಉಂಟಾಯಿತು. ആ വചനത്തെ കൂടാതെ ഒന്നും ഉളവായില്ല. ಆ ವಾಕ್ಯದ ಮೂಲಕವಲ್ಲದೆ ಏನು ಉಂಟಾಗಲಿಲ್ಲ. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ಆ ವಾಕ್ಯವೆಂಬುವವನು ನರಾವತಾರ ಎತ್ತಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ವಾಸ ಮಾಡಿದನು. ആ വചനത്തെ ഞങ്ങൾ ഒരു തേജസ്സായി കണ്ടു. ಈ ವಾಕ್ಯವನ್ನ ನಾವು ತಂದೆಯ ಮಹಿಮೆಯಾಗಿ ನಾವು ನೋಡಿದೆವು. പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ಒಬ್ಬನೇ ಮಗನಿಗೆ ಇರುವಂತ ಮಹಿಮೆಯನ್ನ ನಾವು ಆತನಲ್ಲಿ ನೋಡಿದೆವು. ഈ വാക്യം വളരെ വ്യക്തമായി ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന വാക്യമായി മാറി. ಈ ವಾಕ್ಯವು ತುಂಬಾ ವ್ಯಕ್ತವಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನ ದೈವತ್ವವನ್ನು ರುಜು ಮಾಡುವಂತ ವಾಕ್ಯವಾಗಿ ಬದಲಾಗಿದೆ. ഇനി അവിടെ ഒരു ചിന്തയോടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ പോവുകയാണ്. ಒಂದು ಆಲೋಚನೆಯನ್ನ ನಿಮ್ಮ ಮುಂದೆ ನಾನು ತರ್ತೇನೆ. നിങ്ങളെല്ലാം വളരെ ഗൗരവപൂർവ്വം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ನೀವು ತುಂಬಾ ಗೌರವಯುತವಾಗಿ ಕಲಿಯಬೇಕಾದ ಸಂಗತಿ. ഒന്നാം വാക്യത്തിലും 2ാം വാക്യത്തിലും 2 പ്രാവശ്യം ആദിയിൽ എന്ന് പറയുന്നുണ്ട്. 1 ಮತ್ತು 2ನೇ ವಾಕ್ಯದಲ್ಲಿ 2 ಬಾರಿ ಆದಿಯಲ್ಲಿ ಎಂಬುದಾಗಿ ಉಪಯೋಗಿಸಿದ್ದಾರೆ. നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ಮತ್ತೊಮ್ಮೆ ಗಮನಿಸುವ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ಆದಿಯಲ್ಲಿ ವಾಕ್ಯವಿತ್ತು. ഒരു സംശയവുമില്ല. ಯಾವ ಸಂಶಯವಿಲ್ಲ ಅಲ್ಲಿ. എന്ന ആദി ഉണ്ടോ ആ ആദിയിൽ തന്നെ വചനം ഉണ്ടായിരുന്നു. ಯಾವತ್ತು ಆರಂಭವಿದೆಯೋ ಆದಿಯೋ ಅವತ್ತೇ ವಾಕ್ಯವಿದೆ. എന്നാൽ 2ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2ನೇ ವಾಕ್ಯಕ್ಕೆ ಬರುವುದಾದ್ರೆ അതൊന്നുകൂടെ ഉറപ്പിക്കുകയാണ്. ಅದು ಮತ್ತೊಮ್ಮೆ ದೃಢಪಡಿಸ್ತಾ ಇದ್ದಾರೆ. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ಅವನು ಆದಿಯಲ್ಲಿ ದೇವರ ಬಳಿಯಲ್ಲಿದ್ದನು ಅಥವಾ ದೇವರ ಜೊತೆಯಲ್ಲಿದ್ದನು. അതായത് ആ വചനം എന്ന് പറയുന്ന അവൻ തന്നെ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ಅಂದರೆ ಈ ವಾಕ್ಯವೆಂಬುವನು ಆದಿಯಲ್ಲಿ ದೇವರೊಂದಿಗೆ ಇದ್ದನು. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ನಿಮಗೆ ಗೊತ್ತಾಗಿದೆ ಎಂಬುದಾಗಿ ನಾನು ಬಯಸ್ತೇನೆ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അതേ ആദിയിൽ തന്നെ ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറയുകയാണ്. ಆದಿಯಲ್ಲಿ ವಾಕ್ಯವಿತ್ತು ಎಂಬ ಆ ವಿಷಯವನ್ನ ಸ್ವಲ್ಪನೂ ವ್ಯತ್ಯಸ್ತವಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಅದು ದೇವರೊಂದಿಗೆ ಇತ್ತು ಎಂಬುದಾಗಿ. 1ാം വാക്യത്തിൽ 1ാം വാക്യവും 2ാം വാക്യവും 2 പ്രാവശ്യം അത് ആവർത്തിക്കുന്നുണ്ട്. 1 ಮತ್ತು 2ನೇ ವಾಕ್ಯದಲ್ಲಿ ಅದನ್ನು ಪುನರಾವರ್ತನೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. 1ാം വാക്യത്തിൽ പറയുകയാണ്, 1ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೇಳಿದ್ರು ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ಆದಿಯಲ್ಲಿ ವಾಕ್ಯವಿತ್ತು. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ಆ ವಾಕ್ಯವು ದೇವರ ಬಳಿಯಲ್ಲಿತ್ತು. എന്നിട്ട് 2ാം വാക്യത്തിൽ പറയാണ്, ನಂತರ 2ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿರುವುದು ആ വചനം ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ಆ ವಾಕ್ಯವು ಆದಿಯಲ್ಲಿ ದೇವರ ಬಳಿಯಲ್ಲಿದ್ದನು. അർത്ഥാൽ ആ വാക്യം തന്നെ ദൈവമാണ്. ಅರ್ಥ ಆ ವಾಕ್ಯವೇ ದೇವರಾಗಿದ್ದಾನೆ. എത്ര വാക്യമായി ഇപ്പോൾ? ಈಗ ಎಷ್ಟು ವಾಕ್ಯವಾಯಿತು? യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുന്ന 5 വാക്യങ്ങൾ ഞാൻ നൽകി. ಯೇಸು ಕ್ರಿಸ್ತನ ದೈವತ್ವವನ್ನ ರುಜು ಮಾಡುವಂತ 5 ವಾಕ್ಯಗಳನ್ನ ಕೊಟ್ಟೆ. ഒന്നാമത്തെ കാര്യം റോമാലേഖനം 9ാം അധ്യായം 5ാം വാക്യം. ಮೊದಲನೆಯ ಸಂಗತಿ ರೋಮ ಪತ್ರಿಕೆ 9ನೇ ಅಧ್ಯಾಯದ 5ನೇ ವಾಕ್ಯ. 2ാം വാക്യം തീത്തോസിന്റെ ലേഖനം 2ാം അധ്യായം 12ാം വാക്യം. 2ನೇ ವಾಕ್ಯ ತೀತನ ಪತ್ರಿಕೆ 2ನೇ ಅಧ್ಯಾಯದ 12ನೇ ವಾಕ್ಯ. 3ാമത്തെ വാക്യം എബ്രായ ലേഖനം 1ാം അധ്യായം 8ാം വാക്യം.
ಮೂರನೇ ವಾಕ್ಯ ಇಬ್ರಿಯ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯದ 8ನೇ ವಾಕ್ಯ. നാലാമത്തെ വാക്യം 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാം വാക്യം. 4ನೇ ವಾಕ್ಯ 1 ಯೋಹಾನ 5ನೇ ಅಧ್ಯಾಯ 20ನೇ ವಾಕ್ಯ. 5-ാമത്തെ വാക്യം 1 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. 5ನೇ ವಾಕ್ಯ ಯೋಹಾನ ಸುವಾರ್ತೆ 1ನೇ ಅಧ್ಯಾಯದ 1ರಿಂದ 3ವರೆಗಿನ ವಾಕ್ಯಗಳು. അപ്പൊ ഈ 5 വാക്യങ്ങൾ നമ്മൾ ഓരോരുത്തരും മനഃപ്പാഠം പഠിക്കേണ്ട വാക്യങ്ങളാണ്. ಈ 5 ವಾಕ್ಯಗಳು ನಾವೊಬ್ಬೊಬ್ರು ಅದು ನಾವು ಮನಸ್ಸಲ್ಲಿ ಇಟ್ಕೊಂಡು ಕಲಿಯಬೇಕಾಗಿರುವಂತ ವಾಕ್ಯಗಳಾಗಿದೆ. ഇതിനെ സാധൂകരിക്കുന്ന ഒരു സോളിഡ് തെളിവൂടെ ഞാൻ നൽകാനായിട്ട് പോവുകയാണ്. ಇದರ ಜೊತೆಗೆ ರುಜು ಮಾಡುವಂತ ಒಂದು ರುಜುವನ್ನ ನಿಮ್ಮ ಮುಂದೆ ತರ್ತೇನೆ. എന്റെ അടുത്ത് യഹോവ സാക്ഷികളിൽ പോകുന്ന ഒരാൾ എന്റെ അടുത്ത് വന്നു. ನನ್ನ ಬಳಿಯಲ್ಲಿ ಯೆಹೋವ ಸಾಕ್ಷಿಗೆ ಹೋಗುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ ನನ್ನ ಬಳಿಯಲ್ಲಿ ಬಂದ್ರು. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തു പിതാവിന്റെ അത്രയും തുല്യനായ ആളൊന്നും അല്ല എന്ന് പറഞ്ഞു. ಯೇಸು ಕ್ರಿಸ್ತಿಗೆ ತಂದೆಗೆ ಸಮನಾಗಿರುವಂತಹಷ್ಟು ವ್ಯಕ್ತಿ ಅಲ್ಲ. യേശുക്രിസ്തു ചെറിയ ദൈവമാണെന്ന് പറഞ്ഞു. ಯೇಸು ಕ್ರಿಸ್ತನು ಚಿಕ್ಕ ದೇವರಾಗಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಹೇಳ್ದ. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റിന് വേണ്ടി ഞാൻ അങ്ങ് സമ്മതിച്ചു തരികയാണ്. ನಾನು ಅವರಲ್ಲಿ ಹೇಳಿದೆ, തർക്കಕ್ಕೋಸ್ಕರವಾಗಿ ನಾನು ಒಪ್ಪಿಕೊಡ್ತೇನೆ. അങ്ങനെയാണെങ്കിൽ ഈ 91-ാം സങ്കീർത്തനം 9-ാം വാക്യം എനിക്കൊന്ന് വ്യാഖ്യാനിച്ചു തരാമോ എന്ന് ചോദിച്ചു. ಹಾಗಿದ್ರೆ 91ನೇ ಕೀರ್ತನೆಯ 9ನೇ ವಾಕ್ಯವನ್ನ ನನಗೆ വ്യാഖ്യാനിಸಿಕೊಡಿ ಎಂಬುದಾಗಿ ಹೇಳಿದೆ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശരി, ഞാൻ അങ്ങ് സമ്മതിക്കുകയാണ്, യേശു ക്രിസ്തു പിതാവിന്റെ അത്രയും തുല്യനല്ല എന്ന് സേക്ക് ഓഫ് ആർഗ്യുമെന്റിന് വേണ്ടി ഞാൻ സമ്മതിക്കുമ്പോൾ 91-ാം സങ്കീർത്തനം 9-ാം വാക്യം എനിക്ക് വേണ്ടി ഒന്ന് വ്യാഖ്യാനിക്കണം. ನಾನು ಹೇಳಿಕೊಂಡೆ, ಈ ವಾಕ್ಯ ನೀವು ಹೇಳಿದಾಗೆ ಯೇಸು ಕ್ರಿಸ್ತನ ದೊಡ್ಡ ದೇವರಲ್ಲ ಎಂಬುದಾಗಿ ನಾನು ಒಪ್ಪಿಕೊಳ್ತೇನೆ. ಆದ್ರೆ ನೀವು 91ನೇ ಕೀರ್ತನೆ 9ನೇ ವಾಕ್ಯವನ್ನು ನೀವು ವ್ಯಾಖ್ಯಾನಿಸಿಕೊಡಿ ಎಂಬುದಾಗಿ ನಾನು ಅವ್ರ ಹತ್ರ ಕೇಳಿದೆ. ಓದಿಯೋ ಕೀರ್ತನೆ 91:9. ಯೆಹೋವನೇ ನನ್ನ ಶರಣನು, ಪರಾತ್ಮರನ್ನು ನಿವಾಸ ಸ್ಥಾನ ಮಾಡಿಕೊಂಡಿದ್ದೀಯಲ್ಲ. ಸಾಕು. ഞാൻ അദ്ദേഹത്തോട് സിമ്പിൾ ചോദ്യം ചോദിച്ചു. ನಾನು ಸರಳವಾಗಿ ಒಂದು ಪ್ರಶ್ನೆ ಆತನಲ್ಲಿ ಕೇಳಿದೆ. ഇവിടെ ഈ യഹോവേ നീ എന്റെ സങ്കേതമാകുന്നു എന്ന് പറയുന്നത് ഏത് യഹോവയാണ്? ಯೆಹೋವನೇ ನನ್ನ ಶರಣನು, ಪರಾತ್ಮರ ನಿವಾಸ ಸ್ಥಾನ ಮಾಡಿಕೊಂಡಿದ್ದೀಯಲ್ಲ ಎಂಬುದಾಗಿ ಯಾವ ಯೆಹೋವನಿಗೆ ಹೇಳುವಂಥದ್ದು? അല്ലല്ല, അവിടെ വാക്യം അങ്ങനെ തന്നെ പറയാവൂ. യഹോവേ നീ എന്റെ സങ്കേതമാകുന്നു. ಯೆಹೋವನೇ ನನ್ನ ಶರಣನು, ಆದರೂ നീവേ ಪರಾತ್ಮರನ್ನು ನಿವಾಸ ಸ್ಥಾನ ಮಾಡಿಕೊಂಡಿದ್ದೆ. അത് ಬೇಡ, 1ನೇ ವಾಕ್ಯ ಮಾತ್ರ ಸಾಕು, ಫಸ್ಟ್ ಪಾರ್ಟ್ ಮಾತ್ರ ಸಾಕು. ಯೆಹೋವನೇ ನನ್ನ ಶರಣನು. യഹോവേ നീ എന്റെ ശരണമാണ്. ಯೆಹೋವನೇ ನನ್ನ ಶರಣನು. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ യഹോവ നീ എന്റെ ശരണമാണ് എന്ന് പറയുന്നത് ആര് പറഞ്ഞ വാക്യമാണ്? ಈ ಪದ ಯೆಹೋವನೇ ನನ್ನ ಶರಣನು ಎಂಬುದಾಗಿ ಯಾರು ಹೇಳಿದ ಮಾತು? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സങ്കീർത്തനക്കാരൻ പറയാണ് യഹോവേ നീ എന്റെ സങ്കേതമാണ്. ಆತನ ಹೇಳ್ದ, ಕೀರ್ತನೆ ಬರೆದಂತ ವ್ಯಕ್ತಿ ಹೇಳಿದ ಪದವಾಗಿದೆ ಯೆಹೋವನೇ ನನ್ನ ಶರಣನು ಎಂಬುದಾಗಿ. ഞാൻ പറഞ്ഞു, സമ്മതിച്ചു, സത്യമാണ്. ನಾನು ಹೇಳಿದೆ, ನಿಜವಾಗಿದೆ, ಸತ್ಯವಾಗಿದೆ. പക്ഷെ അടുത്ത പദം പറയുന്നത് ശ്രദ്ധിക്കേ. ನಂತರದ ಪದವನ್ನು ನಮ್ಮನ್ನು ಗಮನಿಸಿ. യഹോവേ നീ എന്റെ സങ്കേതമാണ്, ಯೆಹೋವನೇ ನನ್ನ ಶರಣನು, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുകയാണ്. ಪರಾತ್ಮನನ್ನು ನಿವಾಸ ಸ್ಥಾನ ಮಾಡಿಕೊಂಡಿದ್ದೀಯಲ್ಲ. അപ്പൊ ഈ അത്യുന്നതൻ എന്ന് പറയുന്നത് ആരെ കുറിച്ചാ? ಈ ಪರಾತ್ಮರನ್ನು ಎಂಬುದಾಗಿ ಹೇಳುವುದು ಯಾರ ಕುರಿತಾಗಿ? ഈ യഹോവ അത്യുന്നതൻ എന്ന് പറയുന്നത് ആരെ കുറിച്ചാ? ಯೆಹೋವನು ಈ ಪರಾತ್ಮರನ್ನು ಎಂಬುದಾಗಿ ಹೇಳುವುದು ಯಾರ ಕುರಿತಾಗಿ? ഉത്തരമില്ല. ಅದಕ್ಕೆ ಉತ್ತರವಿಲ್ಲ. അതെനിക്കറിയില്ല. ಅವನಿಗೆ ಕಸಿಬಿಸಿ ಆಯಿತು, ನನಗೆ ಗೊತ್ತಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿಕೊಂಡ. ഞാൻ പറഞ്ഞു, സിമ്പിൾ, ಬಹಳ ಸರಳವಾಗಿ ചുമ്മാതെ ബൈബിൾ വായിച്ചാൽ മതി. ನಾವು ಸುಮ್ಮನೆ ಕೂತು ಸತ್ಯವೇದನ ಓದಿದ್ರೆ ಸಾಕು. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ದೇವರ ಪವಿತ್ರಾತ್ಮನು ನಮ್ಮನ್ನ ಪ್ರಕಟಿಸುತ್ತದೆ. ഇവിടെ വളരെ വ്യക്തമാണ്. ಇಲ್ಲಿ ವ್ಯಕ್ತವಾಗಿದೆ, ಯೆಹೋವನು എന്റെ സങ്കേതമാണ്. ಯೆಹೋವನು ನನ್ನ ಶರಣನಾಗಿದ್ದಾನೆ. ആ യഹോവ തന്നെ, ಆ ಯೆಹೋವನೇ അത്യുന്നതനെ വാസസ്ഥലമാക്കിയിരിക്കുകയാണ്. ಪರಾತ್ಮರನ್ನು ನಿವಾಸ ಸ್ಥಾನ ಮಾಡಿಕೊಂಡಿದ್ದಾನೆ. അത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് അത്യുന്നതൻ എന്ന് വിളിക്കുന്നത്. ಈ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನ ಪರಾತ್ಮರನ್ನು ಎಂಬುದಾಗಿ ಸಂಬೋಧಿಸಿದ್ದಾರೆ. ദൈവം, പിതാവായ ദൈവം അത്യുന്നതൻ എന്ന് വിളിക്കുന്നത് പുത്രനെയാണ്. ತಂದೆಯಾದ ದೇವರು ಪರಾತ್ಮರನಾಗಿ ಕರೆಯಲ್ಪಟ್ಟಿರುವುದು ಮಗನನಾಗಿದೆ. ആർക്കെങ്കിലും സംശയമുണ്ടോ?
ಯಾರಿಗಾದ್ರೂ ಈ ವಿಷಯದಲ್ಲಿ ಸಂಶಯ ಗೊಂದಲವಿದೆಯಾ? അപ്പൊ 6ാമത്തെ വാക്യവും ഞാൻ തെളിയിച്ചു. 6ನೇ ವಾಕ್ಯವನ್ನು ಕೂಡ ನಾನು ರುಜು ಮಾಡಿದೆ. അപ്പൊ ഈ 6 വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വളരെ സംക്ഷിപ്തമായി വിവരിച്ചിരിക്കുകയാണ്. ಈ 6 ವಾಕ್ಯಗಳು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ದೈವತ್ವವನ್ನ ಸರಳವಾಗಿ ಅದನ್ನು ವಿವರಿಸಿದ್ದಾರೆ. ഇനി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ಒಂದು ಉದಾಹರಣೆ ಕೊಟ್ಟು ನಾನು ಮುಗಿಸ್ತೇನೆ. ഒരു യഹോവ സാക്ഷിക്കാരൻ്റെ അടുത്ത് വന്നു. ಒಬ್ಬ ಯೆಹೋವ ಸಾಕ್ಷಿಯವನು ನನ್ನ ಬಳಿಯಲ್ಲಿ ಬಂದ. കാരണം ഞങ്ങളുടെ ഈ നാട്ടിൽ ഒരുപാട് യഹോവ സാക്ഷികൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ನಾವಿರುವಂತ ಸ್ಥಳದಲ್ಲಿ ಬಹಳಷ್ಟು ಯೆಹೋವ ಸಾಕ್ಷಿಗಳು ಬೋಧಿಸುವವರಿದ್ದಾರೆ. അപ്പൊ ಈಗಿಲ್ಲ. ഒരാൾ എൻ്റെ അടുത്ത് വന്നു, ಒಬ್ಬ ವ್ಯಕ್ತಿ ನನ್ನ ಬಳಿಯಲ್ಲಿ ಬಂದು ഇങ്ങനെ പറഞ്ഞു, ಈ ರೀತಿಯಲ್ಲಿ ಹೇಳಿದ್ರು, നിങ്ങളുടെ യേശു ദൈവത്തിന്റെ ഏറ്റവും ചെറിയ ആളാണ്, യേശുവിന്റെ കുഞ്ഞാളാണ്. ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರ ಬಳಿಯಲ್ಲಿ ಚಿಕ್ಕವನಾಗಿದ್ದಾನೆ. ആ യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. യേശുവിന് രാജ്യം എപ്പോഴാ യഥാസ്ഥാനപ്പെടുന്നത് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു എന്നുള്ള വാക്യം എടുത്ത് കാണിച്ചു. ಯೇಸು ಕ್ರಿಸ್ತನು ರಾಜ್ಯ ಸ್ಥಾಪಿಸುತ್ತಾನೆಂಬುದಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ ಗೊತ್ತಿಲ್ಲ ಎಂಬುದಾಗಿ ವಾಕ್ಯವನ್ನು ತೆಗೆದು ತೋರಿಸಿದರು. അതുകൊണ്ട് യേശുക്രിസ്തു പിതാവിന് തുല്യനല്ല എന്ന് പറഞ്ഞു. ಆದ್ದರಿಂದ ಯೇಸು ಕ್ರಿಸ್ತನು ತಂದೆಗೆ ಸಮಾನನಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದರು. അപ്പൊ ഞാൻ പറഞ്ഞു, സേക്ക് ഓഫ് ആർഗ്യുമെന്റിന് വേണ്ടി ഞാനത് സമ്മതിക്കുകയാണ്. ನಾನು ಆ ತರ್ಕಕ್ಕೋಸ್ಕರವಾಗಿ ನಾನು ಅದನ್ನು ಒಪ್ಪಿಕೊಂಡೆ. അപ്പൊ പഴയ നിയമത്തിൽ പറയുന്ന ദൈവം ഏത് ദൈവമാണ്? ಹಾಗಿದ್ರೆ ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿರುವ ದೇವರು ಯಾವ ದೇವರು? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് പിതാവായ ദൈവമാണ്. ಅದು ತಂದೆಯಾದ ದೇವರ ಕುರಿತಾಗಿ ಹೇಳಲ್ಪಟ್ಟಿರುವುದು. അപ്പൊ ഞാൻ ചോദിച്ചു, പിതാവായ ദൈവത്തിന് എല്ലാം അറിയാമോ? ತಂದೆಯಾದ ದೇವರಿಗೆ ಎಲ್ಲ ಗೊತ್ತುಂಟಾ? അയ്യോ, ദൈവത്തിന് എല്ലാം അറിയാം. ದೇವರಿಗೆ ಎಲ್ಲ ಗೊತ್ತುಂಟು. ഞാൻ വീണ്ടും ചോദിച്ചു, ನಾನು ಮತ್ತೆ ಕೇಳಿದೆ, ഈ പിതാവായ ദൈവത്തിന് എല്ലാം അറിയാമോ? ಈ ತಂದೆಯಾದ ದೇವರಿಗೆ ಎಲ್ಲ ಗೊತ್ತುಂಟಾ? എല്ലാം പിതാവായ ദൈവത്തിന് എല്ലാം അറിയാം. ತಂದೆಯಾದ ದೇವರಿಗೆ ಎಲ್ಲ ಸಹ ಗೊತ್ತುಂಟು. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം എന്തിനാണ് ആദാമിനോട് ചോദിച്ചത്? ಹಾಗಿದ್ರೆ ಆದಿಕಾಂಡ 3ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ದೇವರು ಯಾಕೆ ಆದಾಮನಲ್ಲಿ ಪ್ರಶ್ನೆ ಮಾಡುವುದು? ആദാമിനോട് ചോദിക്കുകയാണ് 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ, മനുഷ്യ നീ എവിടെ എന്ന് ചോദിച്ചത് എന്തിനാണ്? ಆದಾಮನಲ್ಲಿ ದೇವರು ಕೇಳುತ್ತಿದ್ದಾರೆ, ಮನುಷ್ಯನು ನೀ ಎಲ್ಲಿದ್ಯಾ ಎಂಬುದಾಗಿ ದೇವರು ಕೇಳ್ತಾ ಇದ್ದಾರೆ. ആദ്യത്തെ ചോദ്യമാണ്. ಅದು ಒಂದು ಪ್ರಶ್ನೆಯಾಗಿದೆ. ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ്. ದೇವರು ಮನುಷ್ಯರೊಂದಿಗೆ ಕೇಳುವಂತ ಮೊದಲನೇ ಪ್ರಶ್ನೆ, മനുഷ്യ നീ എവിടെ? ಮನುಷ್ಯನೇ ನೀನೆಲ್ಲಿ? ദൈവത്തിന് സകലവും അറിയാമെന്ന് നിങ്ങൾ പറയുന്ന ആ ദൈവം പിന്നെന്തിനാണ് അങ്ങനെ ചോദിച്ചേ? ದೇವರಿಗೆ ಎಲ್ಲವನ್ನು ಗೊತ್ತುಂಟು ಎಂಬುದಾಗಿ ಹೇಳುವಂತ ನೀವು ಆ ದೇವರು ಯಾಕೆ ಪ್ರಶ್ನೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ? അദ്ദേഹം തിരിച്ചു വരാമെന്ന് പറഞ്ഞു, ഇതുവരെയും വന്നിട്ടില്ല. ಆತ ತಿರುಗಿ ಬರ್ತೇನೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರು, ಇದುವರೆಗೆ ಬರ್ಲಿಲ್ಲ. ഇതുവരെ അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയില്ലെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ടില്ല. ಯಾಕೆಂದ್ರೆ ಇದುವರೆಗೆ ಅವನಿಗೆ ಉತ್ತರ ಸಿಗಲಿಲ್ಲವಾದ್ದರಿಂದ ಇದುವರೆಗೆ ಬರಲಿಲ್ಲ. യേശുക്രിസ്തുവിന് അറിവില്ല എന്ന് വരുത്തി തീർത്തപ്പോൾ ദൈവശാസ്ത്രത്തിലുള്ള പ്രയോഗങ്ങൾ എങ്ങനെയാണ് എന്ന് വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഉൽപ്പത്തി 3-ാം അധ്യായത്തിലെ ചോദ്യം ചോദിച്ചത്. ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ ಎಲ್ಲ ಗೊತ್ತಿಲ್ಲ ಎಂಬುದಾಗಿ ಅವರು ಹೇಳುವಾಗ ದೇವರ ಶಾಸ್ತ್ರದಲ್ಲಿ ಅನೇಕ ವಿಷಯಗಳನ್ನು ಯಾವ ರೀತಿ ಬರೆದಿದೆ ಎಂಬುದಾಗಿ ಗೊತ್ತು ಮಾಡ್ಲಿಕ್ಕೋಸ್ಕರವಾಗಿ 3ನೇ ಅಧ್ಯಾಯದಿಂದ ನಾನು ಈ ವಿಷಯವನ್ನು ತೆಗೆದೆ. അല്ലാതെ പഴയ നിയമത്തിലെ ദൈവത്തിന് അറിവില്ലാത്തത് കൊണ്ടാണ് എന്നൊരു കാര്യം തെളിയിക്കാൻ വേണ്ടിയല്ല. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ದೇವರಿಗೆ ಎಲ್ಲ ಗೊತ್ತಿದೆ ಎಂಬುದಾಗಿ ರುಜು ಮಾಡ್ಲಿಕ್ಕೆ ಅಲ್ಲ. അപ്പം അത് ഒന്ന് സേക്ക് ഓഫ് ആർഗ്യുമെന്റിന് വേണ്ടി ചോദിച്ച ചോദ്യമാണ്. ನಾನು ತರ್ಕವಾಗಿ ಹೇಳುವುದಕ್ಕೋಸ್ಕರವಾಗಿ ನಾನು ಕೇಳಿದ ಪ್ರಶ್ನೆಯಾಗಿದೆ. ഞാനിവിടെ സംശയിക്കുന്നത് ഇങ്ങനെയാണ്. ನಾನು ಮುಗಿಸ್ಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് നമ്മുടെ ചർച്ചിലുള്ള യുവതി യുവാക്കന്മാരോ മറ്റുള്ളവരോ നമ്മളോട് ചോദിച്ചാൽ കൃത്യമായ 6 തെളിവുകൾ ഉൾപ്പെടെ യേശുക്രിസ്തുവിന്റെ ദൈവത്വം നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. ಯೇಸು ಕ್ರಿಸ್ತನ ದೈವತ್ವದ ಕುರಿತಾಗಿ ನಮ್ಮ ಸಭೆಯಲ್ಲಿರುವಂತ ಯವನಸ್ಥರು ಯವನಸ್ಥೆಯರು ಕೇಳಿದಾಗ ಸರಿಯಾಗಿ 6 ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ನಮಗೆ ಅವರಿಗೆ ಸರಿಯಾಗಿ ಉತ್ತರ ಕೊಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗಬೇಕು. അപ്പൊ യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളത് വ്യക്തമാണ്. ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರಾಗಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಸುವ್ಯಕ್ತವಾಗಿದೆ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുക്രിസ്തു മനുഷ്യനാണോ എന്നുള്ളതാണ്. ಮುಂದೆ ನಾವು ಕಲಿಯುವಂತದ್ದು ಯೇಸು ಕ್ರಿಸ್ತನು ಮನುಷ್ಯನಾಗಿದ್ದಾನೋ ಎಂಬುದಾಗಿ. അത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിൽ ಮುಂದಿನ ವಾರಗಳಲ್ಲಿ ದೇವರು ಕೊಡುವಂತ ಸಮಯದಲ್ಲಿ ನಾವು ಧ್ಯಾನ ಮಾಡ್ಲಿಕ್ಕಿದ್ದೇವೆ. പിന്നീട് നാം ചിന്തിക്കാൻ പോകുന്നത് ಮತ್ತೆ ನಾವು ಧ್ಯಾನ ಮಾಡುವುದು ഈ ദൈവത്വവും മനുഷ്യത്വവും യേശുക്രിസ്തുവിൽ എങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്.
ದೈವತ್ವವು ಮನುಷ್ಯತ್ವವು ಯಾವ ರೀತಿಯಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಜೊತೆಯಾಗಿದೆ ಎಂಬುದಾಗಿ ನಾವು ಧ್ಯಾನ ಮಾಡ್ಲಿಕ್ಕಿದ್ದೇವೆ. ഇത് ഓരോ ദിവസവും നമ്മൾ ക്രമാനുഗതമായി പഠിക്കാം. ಕ್ರಮಾನುಗತವಾಗಿ ಒಂದೊಂದು ವಾರಗಳಲ್ಲಿ ನಾವು ಇದನ್ನು ಕಲಿಯುವವರಾಗಿದ್ದೇವೆ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ പ്രയോജനപ്പെട്ടെങ്കിൽ അനേകർക്ക് ഇത് അയച്ചു കൊടുക്കാം. ഞാൻ ഈ ലിങ്ക് നിങ്ങൾക്ക് അയക്കുന്നതാണ്. ಇವತ್ತಿನ ಈ ತರಗತಿಯು ನಿಮಗೆ ಪ್ರಯೋಜನಕರವಾಗಿದ್ದರೆ ಇದನ್ನು ಅನೇಕರಿಗೆ ಕಳಿಸಿಕೊಡಿ. ನಿಮಗೆ ಬೇಕಿದ್ದರೆ ಲಿಂಕ್ ಅನ್ನು ನಿಮಗೆ ಕಳಿಸಿಕೊಡ್ತೇನೆ. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓവർ ടു മുരുകേഷ് ബ്രദർ. ದೇವರು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. ನಾನು ಸಮಯವನ್ನು ಮುರುಗೇಶ್ ಬ್ರದರ್ ಅವರಿಗೆ ನೀಡುತ್ತೇನೆ.